गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ओम നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായത്തിൻ്റെ 2-ാം ശ്ലോകമാണ് ശ്രദ്ധിച്ചത്. അവിടെ പറഞ്ഞു, യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത് അതിനെ തന്നെ യോഗമെന്ന് നീ മനസ്സിലാക്കൂ. കാരണം യോഗത്തിലും കർമ്മഫല സന്യാസം എന്നതുണ്ട്. അതുകൊണ്ട് സന്യാസ സങ്കല്പം കൂടാത്തവൻ യോഗിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ വാസ്തവത്തിൽ യോഗവും സന്യാസവും വിഭിന്നങ്ങളാണ്. ജ്ഞാനനിഷ്ഠ അഥവാ നിവൃത്തി അഥവാ സാഖ്യം എന്നൊക്കെ പല പേരിൽ വർണ്ണിക്കപ്പെടുന്ന സന്യാസം, യോഗം അഥവാ കർമ്മം അഥവാ പ്രവൃത്തി, ഇങ്ങനെ പല പേരിൽ വർണ്ണിക്കപ്പെടുന്ന യോഗത്തിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. സാഖ്യവും യോഗവും ഒന്നല്ല, ഒന്നാവാൻ തരമില്ല. എന്നാൽ യോഗമാർഗത്തിലൂടെ സാധനാനിഷ്ഠനായി ഉയരുന്ന യോഗി സന്യാസത്തിൻ്റെ പാരമാർത്ഥിക തലത്തിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഏകമായ ലക്ഷ്യത്തെ പ്രാപിപ്പിക്കുന്നു എന്നതുകൊണ്ട് രണ്ടും ഒന്ന് തന്നെ. ഏകം സാഖ്യം ച യോഗം ച എന്ന് പറഞ്ഞു. അതുതന്നെയാണ് ഇവിടെ ആവർത്തിച്ചത്. യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നു, അതുതന്നെയാണ് യോഗം എന്ന്. അപ്പൊ തീർത്തും വിഭിന്നങ്ങളായ ഇവ എങ്ങനെയാണ് ഒന്നാണെന്ന് പറയപ്പെടുന്നത്? അഥവാ എപ്പോൾ യോഗം സന്യാസത്തിലേക്ക്, അഥവാ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ യോഗി സന്യാസത്തിലേക്ക് അധികാരിയാവും. ഏതുവരെയാണ് യോഗം, ഏത് മുതലാണ് സന്യാസം? ഈ ഒരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാവുകയാണ്. ഈ സംശയത്തിന് മറുപടിയാണ് ഭഗവാൻ 3-ാം ശ്ലോകത്തിൽ പറയുന്നത്. നോക്കൂ, ആരുരുക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ആരുരുക്ഷോർമുനേർ യോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ആരുരുക്ഷോഃ മുനേഃ യോഗം കാരണം ഉച്യത്തെ.
യോഗം ആരുരുക്ഷോഹോ മുനേഹ കാരണം ഉച്യതേ. കിം? എന്ത്? കർമ്മ. കർമ്മമാണ്. യോഗാരൂഢസ്യ തസ്യ ഏവ യോഗാരൂഢസ്യ ശമഃ കാരണം ഉച്യതേ. ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമായി ഏതുവരെയാണ് യോഗം, എപ്പോഴാണ് സന്യാസം എന്നതിനെ ഭഗവാൻ സംശയരഹിതമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. യോഗവും സന്യാസവും ഒരിക്കലും സമുച്ചയം ചെയ്യാൻ പറ്റില്ല, എന്നാൽ സമന്വയം ചെയ്യാം. സമുച്ചയം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാൾക്ക് ഒരു സമയത്ത് ഒന്നിച്ചനുഷ്ഠിക്കാൻ സാധ്യമല്ല. എന്നാൽ യോഗത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിച്ച് അയാൾക്ക് പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരാം. അപ്പൊ ഏതുവരെയാണ് യോഗം, എപ്പോഴാണ് സന്യാസം? പറയാണ് യോഗം ആരുരുക്ഷോഹോ. ആരുരുക്ഷു എന്ന് പറഞ്ഞാൽ ആരുരുക്ഷു, ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ, കയറാൻ ഇച്ഛിക്കുന്നവൻ. ആരോഹണം ചെയ്യാന്ന് പറഞ്ഞാൽ കയറുക, എന്തെങ്കിലും ഒന്നിൻ്റെ മുകളിലേക്ക് കയറുന്നതിനാണ് നമ്മൾ ആരോഹണം എന്ന് പറയുക. ആരോഹണം പലപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു ശബ്ദമാണ് അത്, ഇല്ലേ? ധ്വജാരോഹണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വാസ്തവത്തിൽ ധ്വജ ആരോപണമാണ്. ധ്വജ ആരോഹണം എന്ന് പറഞ്ഞാൽ ഒരാൾ അതിൻ്റെ മുകളിലേക്ക് കയറണം. കൊടി നാട്ടിയൊരു സ്തംഭം ഉണ്ടാവും, ആ സ്തംഭത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ അതിന് ധ്വജാരോഹണം എന്ന് പറയാം. എന്നാൽ ചൂടി വലിച്ച് അല്ലെങ്കിൽ കയറ് വലിച്ച് കൊടി കയറ്റുന്നതിന് ധ്വജാരോപണം എന്ന് പറയുന്നതാണ് കൂടുതൽ ശുദ്ധം. അതിരിക്കട്ടെ, നമ്മളിപ്പോൾ ഭാഷാപരമായൊരു വിചാരത്തിനല്ലല്ലോ ഇവിടെ ഇരിക്കണത്. അപ്പോൾ ആരോഹണം എന്ന് പറഞ്ഞാൽ കയറുക എന്നർത്ഥം. കയറാൻ ഇച്ഛിക്കുന്നവനാണ് ആരുരുക്ഷു. ആരുരുക്ഷു അവന് എന്നാണ് ആരുരുക്ഷോഹോ എന്ന് പറഞ്ഞ അർത്ഥം. ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്. എന്തിലേക്ക് ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്? ഇപ്പൊ പർവ്വതത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് എന്താണ് സാധനം? നടക്കുക എന്നുള്ളതാണ് സാധനം. ഇവിടെ യോഗത്തിലേക്കാണ് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്നത്. അപ്പൊ പാരമാർത്ഥികമായ യോഗത്തിലേക്ക് ഉയരുന്നതിന് ഇച്ഛിക്കുന്ന ഒരാൾക്ക് കർമ്മമാണ് കാരണം. കാരണം എന്നുള്ളതിന് ഇവിടെ സാധനം എന്നർത്ഥം എടുക്കാം. ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നർത്ഥത്തിൽ ഇപ്പൊ സാധനം എന്നർത്ഥം എടുക്കുക. ഇപ്പൊ യോഗപദത്തിലേക്ക് ഉയരാൻ ഇച്ഛിക്കുന്നവന് കർമ്മമാണ് കാരണം, സാധനം എന്ന് വെച്ചാൽ അർത്ഥം അയാൾ കർമ്മം ചെയ്യണം. വിഹിതങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് ചിത്തശുദ്ധി ആർജിക്കണം. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരാശയം പറയട്ടെ. 6-ാം അധ്യായത്തിൽ ഇവിടെ കർമ്മമെന്ന് ഭഗവാൻ പറയുമ്പോൾ ഇതിനു മുമ്പ് ഗീതോപദേശത്തിൽ കർമ്മത്തെ വിശദീകരിച്ചത് നമ്മൾ ഓർമ്മിക്കണം. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതിഹി എന്ന്. അവിടെ കർമ്മത്തിന്റെ തത്വം അറിയേണ്ടതാകുന്നു, വികർമ്മത്തിന്റെ തത്വം അറിയേണ്ടതാകുന്നു, അകർമ്മത്തിന്റെ തത്വവും അറിയേണ്ടതാകുന്നു. എന്തുകൊണ്ട്? കർമ്മഗതി വളരെ ഗഹനമാണ്, പുറമെ നോക്കിയാൽ കാണുന്നത് പോലെയല്ല.
പുറമെ ഒരാള് ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കണുണ്ടെങ്കിൽ അയാൾ കർമ്മം ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. അയാൾ മനസ്സുകൊണ്ട്, അന്ധക്കരണത്തെ കൊണ്ട് 10 മടങ്ങ് കർമ്മങ്ങളെ ചെയ്തുകൊണ്ടായിരിക്കാം ഇരിക്കുന്നത്. പുറമെ കണ്ട ഒരു കർമ്മവും ചെയ്യുന്നുണ്ടാവില്ല. ഒരാൾ പുറമെ അവിരാമം അവിശ്രമം കർമ്മം ചെയ്യുന്നുണ്ടാവും പുറമെ, പക്ഷെ ഉള്ള് പ്രശാന്തമായി യാതൊരു വിധ കർമ്മത്തോടും ഒട്ടലില്ലാതെ ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ പുറമേ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണെന്ന് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ കർമ്മം എന്നുള്ളതിനെ വ്യക്തമായി ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നമ്മളോട് പറഞ്ഞു തരും. ചെയ്യേണ്ടുന്നത് കർമ്മം, ചെയ്യരുതാത്തത് വികർമ്മം, ചെയ്യായിക അകർമ്മം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നറിയണം, അതേ ചെയ്യാവൂ. എന്താണ് ചെയ്യരുതാത്തതെന്നറിയണം, അത് ഒഴിവാക്കണം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് എന്താണ് ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യേണ്ടത്, ഇത് അറിഞ്ഞു ചെയ്യാൻ കഴിയണം. അപ്പൊ കർമ്മശബ്ദത്തിന് അവനവന്റെ കർത്തവ്യവിശേഷം എന്നർത്ഥം മനസ്സിലാക്കണം. ചെയ്യേണ്ടതാണ് കർമ്മം, അവനവൻ ചെയ്യേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ കാര്യമായിരിക്കുന്ന കർമ്മം, ചെയ്യേണ്ടുന്നതായിരിക്കുന്ന കർമ്മം, അതാണ് യോഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ ഇച്ഛിക്കുന്ന ആൾക്ക് സാധനം. ഒരു കാരണവശാലും അയാൾ കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ യോഗാരൂഢനായി കഴിഞ്ഞു, യോഗത്തിലേക്ക് ആരോഹണം ചെയ്തു കഴിഞ്ഞു, ഇനിയോ പറയാണ് അതേ ആൾക്ക് തസ്യ ഏവ. അവിടെ വളരെ ശ്രദ്ധേയമായ പദമാണ് തസ്യ ഏവ, അവന് തന്നെ. തസ്യ എന്ന് പറഞ്ഞാൽ അവന്, അതേ ആൾക്ക് എന്ന് വെച്ചാൽ അർത്ഥം ആർക്കാണോ നേരത്തെ കർമ്മം സാധനമായിരുന്നത് അതേ ആൾക്ക് ഇപ്പൊ കർമ്മം സാധനമല്ല. നമ്മൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നുവെങ്കിൽ, റോഡ് വഴി സഞ്ചരിച്ചു വരുന്നുവെങ്കിൽ, കോഴിക്കോട് റോഡ് ഏത് വരെയാ? കോഴിക്കോട് വരെയാ. നമ്മൾ ഇരിക്കുന്നതിൻ്റെ വളരെ അടുത്താണ്. മാനാഞ്ചിറയുടെ വശത്തിലായിട്ട് പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ നേരെ മുമ്പിലായിട്ട് കോഴിക്കോട് പൂജ്യം. അപ്പൊ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോഴിക്കോടേക്കുള്ള റോഡ് അതുവരെയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കോഴിക്കോടേക്കുള്ള റോഡല്ല. ഒരു ലക്ഷ്യത്തിലേക്ക് യാതൊരു മാർഗമുണ്ടോ ആ മാർഗം ലക്ഷ്യപ്രാപ്തിയിൽ കൃതാർത്ഥമാകുന്നു, സമാപ്തമാകുന്നു. അന്ധകരണത്തിന്റെ ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും വേണ്ടി വിഹിതങ്ങളായ കർമ്മങ്ങളെ യോഗബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കാൻ പറഞ്ഞു. ആ കർമാനുഷ്ഠാനങ്ങളിലൂടെ പരമമായ യോഗപദത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മ ഇല്ല, അത് കൊഴിഞ്ഞുപോയി. ഉപേക്ഷിക്കുകയല്ല ചെയ്യണത്, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഉപേക്ഷിക്കുകയല്ല ചെയ്യണത്, അത് അപ്രസക്തമായി കൊഴിഞ്ഞുപോയി. ഒന്ന് അപ്രസക്തമാകാത്ത കാലത്തോളം എത്ര തന്നെ നമ്മൾ അതിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, എന്തിനെയാണോ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നത് അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. അല്ലേ? ചിന്തിച്ചു നോക്കൂ.
നമ്മൾ എന്തെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. നമുക്ക് വളരെ പരിചയമുള്ള അടുപ്പമുള്ളൊരു ആളുണ്ട്. അയാള് കാശി പോയിട്ട് കർമ്മമൊക്കെ ചെയ്ത് പിന്നെ ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇഷ്ടമുള്ളൊരു പച്ചക്കറി ഉപേക്ഷിക്കണം, ഇഷ്ടമുള്ളൊരു പഴം ഉപേക്ഷിക്കണം. അപ്പോൾ പഴയയാൾ തെച്ചിപ്പഴം ഉപേക്ഷിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കണേ, തെച്ചിപ്പഴം ഉപേക്ഷിച്ചു. പച്ചക്കറി ഇപ്പം എന്താ ഉപേക്ഷിക്കുക എന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ വെണ്ടയ്ക്ക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹം എന്നും ഓർമ്മിക്കുന്ന പച്ചക്കറി ഒറ്റൊന്നാണ്, വെണ്ടയ്ക്ക. എവിടെ ചെന്നാലും വെണ്ടയ്ക്ക ഉണ്ടോ, കറിയിൽ വെണ്ടയ്ക്ക ഉണ്ടോ, അയ്യോ ഞാൻ ഉപേക്ഷിച്ചതാ, എനിക്ക് കഴിക്കാൻ പാടില്ല. അന്ന് തുടങ്ങിയതാ. അന്ന് ഈ ചടങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ആദ്യത്തെ ചോദ്യത, കറിയിൽ വെണ്ടയ്ക്ക ഉണ്ടോ, ഞാൻ ഉപേക്ഷിച്ചിരിക്കുക. വീട്ടിൽ വന്നു, പത്നി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവിടെ പറഞ്ഞു ഇതാണ്, അയ്യോ വെണ്ടയ്ക്ക ഉണ്ടോ, അതിൽ വെണ്ടയ്ക്ക ഞാൻ ഉപേക്ഷിച്ചതാട്ടോ. പിന്നെ ഏത് കൂട്ടുകാരെ വീട്ടിൽ പോവുകയാണെങ്കിൽ എവിടെ എന്നും ഇയാളുടെ മനസ്സിൽ എപ്പോഴും പ്രകാശിക്കുന്നത് ഈ ഒരു സാധനമാണ്. അപ്പം അയാൾ വാസ്തവത്തിൽ അതിനെ ഉപേക്ഷിക്കുകയാണോ ചെയ്തത്, അല്ല സദാ കൊണ്ടു നടക്കുകയാണോ ചെയ്യണത്? ചിന്തിക്കുക. ഓരോരുത്തരും ചിന്തിക്കുക. ഒരാൾ എന്നോട് ചോദിക്കുക, സ്വാമിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കണ ഒരു പച്ചക്കറി എന്താന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം പറയും ഉള്ളി, വെള്ളുള്ളിയാണ്. കാരണം ഇത് രണ്ടും കഴിക്കാറില്ല. ഉപേക്ഷിച്ചതല്ല, ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ കഴിക്കാറില്ല. എവിടെന്നെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി കഴിക്കേണ്ടി വന്നാൽ ഛർദ്ദിക്കും. പിന്നെ അത് വേറെ വിഷയം. അറിയാണ്ടതൊക്കെ പുറത്ത് പോണവരെ സ്വസ്ഥത ഉണ്ടാവില്ല. ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കി തരും, സ്നേഹപൂർവ്വം ഉണ്ടാക്കി തരുമോ, അപ്പം എങ്ങനെയാണ് കഴിക്കില്ല പറയുക. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിക്കും, പിന്നെ കുറേ വിഷമിക്കും. ഉപേക്ഷിച്ചതല്ല, ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഓർമ്മിക്കാൻ പാടില്ലല്ലോ, വയ്യ എന്നുള്ളതുകൊണ്ടാ. ഇപ്പം ഇഷ്ടമില്ലാത്തതിനെയാണ് ഇപ്പം എപ്പോഴും ഓർമ്മിക്കണതേ. വേറെ എന്തൊക്കെ ഇഷ്ടമുള്ള പച്ചക്കറി ഉണ്ട് അതൊന്നും ഓർമ്മ വരില്ല, ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാവും. സ്വന്തം അനുഭവം പറയണത്, വെറുതെ പറയണമല്ല. ഒന്ന് അപ്രസക്തമായി തീരാത്ത കാലത്തോളം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിന്തിക്കുക. അപ്പോൾ നേരത്തെ ചിത്തശുദ്ധിക്ക്, ഏകാഗ്രതയ്ക്ക് കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയ അനുഷ്ഠിച്ച് ശീലിച്ചു. അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന ഏകാഗ്രതയും ശുദ്ധിയും കൈവന്ന് ഇയാൾ യോഗാരൂഢനാകുമ്പോൾ ഇനി കർമ്മത്തിന്റെ ആവശ്യമില്ല, കർമ്മം അപ്രസക്തമായി കൊഴിഞ്ഞു വീണു. ശ്രദ്ധിക്കുക. ഇതാണ് യോഗം ക്രമമായി സാഖ്യത്തിലേക്ക്, സന്യാസത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞത്. യസ്ഥാനം പ്രാപ്യത്തെ യോഗൈഹി സാഖ്യൈഹി തദ് യോഗൈഹി അപി ഗമ്യതേ. യാതൊന്ന് സാഖ്യന്മാരാൽ പ്രാപിക്കപ്പെടുന്നുവോ അത് യോഗികളാലും പ്രാപിക്കപ്പെടുന്നു. അതുകൊണ്ട് ഏകം സാഖ്യം ച യോഗം ച, സാഖ്യവും യോഗവും ഒന്നാണ്. നോക്കൂ. അതുകൊണ്ട് യോഗാരുരുക്ഷു നിശ്ചയമായും കർമ്മങ്ങളെ ചെയ്യണം. സാധകൻ നിശ്ചയമായും വിഹിത കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്ത് കർമ്മയോഗമായി അനുഷ്ഠിക്കണം. എന്നാൽ യോഗാരൂഢ പദത്തിലെത്തുമ്പോൾ ഇന്നലെ വരെ അനുഷ്ഠിക്കപ്പെട്ടതൊക്കെ തന്നെ സ്വാഭാവികമായി അപ്രസക്തമായി കൊഴിഞ്ഞു വീഴും. ഇതാണ് ഇവിടെ ഭഗവാൻ ഏതുവരെയാണ് യോഗം, എപ്പോഴാണ് സന്യാസം എന്നുള്ളത് നിർണയിച്ചു പറയുന്നത്.
അപ്പം അവിടെ ഒരു സംശയം വരും. എന്താ സംശയം? ഭഗവാനെ, എപ്പോഴാണ് ഒരാൾ യോഗാരൂഢനാവുന്നത്? എപ്പോഴാണ് ഒരാൾ യോഗാരൂഢനാവുന്നത്? ചിലപ്പോൾ യോഗാരൂഢൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചില ബാഹ്യങ്ങളായ അഭ്യാസങ്ങളെ കാണിക്കണതൊക്കെ വിചാരിക്കാം. അയാൾ തലകുത്തി 2 മണിക്കൂർ നിൽക്കും. നല്ലത് തന്നെയാണ്, അത് വലിയ സിദ്ധി തന്നെയാണ്, അല്ല എന്ന് പറയണില്ല. അല്ലെങ്കിൽ ഒറ്റക്കാലിൽ 1 കൊല്ലം നിൽക്കും, സിദ്ധി തന്നെയാണ്, അല്ല എന്ന് പറയില്ല. അതൊക്കെ ഹഠയോഗത്തിൻ്റെ അനുഷ്ഠാനക്രമങ്ങളിൽ തീർച്ചയായിട്ടും ബഹുമാനിക്കപ്പെടേണ്ടുന്ന അവസ്ഥാവിശേഷങ്ങളാണ്, അതിനൊന്നും നിന്ദിക്കുന്നില്ല. എന്നാൽ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്ന, ഗീത വർണ്ണിക്കുന്ന യോഗാരൂഢസ്ഥിതി അതല്ല. പിന്നെന്താണ്? അതാണ് 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. നോക്കൂ, യദാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യദാഹിനേന്ദ്രിയാർത്ഥേഷു, പോരാ, കുറച്ചും കൂടി ഒന്ന് ശബ്ദാവാം. യദാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാ, എപ്പോഴാണോ, ഹി, നിശ്ചയമായും, ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു, ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളിൽ, ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളിൽ ന അനുഷജ്ജതേ, അനുഷംഗം ചെയ്യാതിരിക്കുന്നത്, ഒട്ടിച്ചേരാതിരിക്കുന്നത്. ആര്? സർവസങ്കൽപ്പ സന്യാസി, സർവസങ്കൽപ്പ സന്യാസിയായിട്ടുള്ള ആൾ. ഒന്നുകൂടി പറയാം. സർവസങ്കൽപ്പ സന്യാസി ആയിട്ടുള്ള ആൾ എല്ലാ സങ്കല്പങ്ങളെയും ഇതെൻ്റേത്, ഇതെനിക്ക് വേണം, ഇത് ഞാൻ ചെയ്യണത്, ഇത് നിൻ്റേത്, ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് അഹങ്കാര മമത്വജനിതങ്ങളായ സങ്കല്പങ്ങളെ മുഴുവൻ ആര് അതിക്രമിച്ചിരിക്കുന്നുവോ, ആരെ സംബന്ധിച്ച് അത്തരം സങ്കല്പങ്ങളൊക്കെ അപ്രസക്തമായിരിക്കുന്നുവോ, അങ്ങനെയുള്ള സന്യാസി. എപ്പോഴാണോ യഥാ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു ന അനുഷജ്ജതേ, ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളിൽ ഒട്ടിച്ചേരാതിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പരാമർശമാണ്. നമുക്കത് ശ്രദ്ധിക്കാം. ആ സമയത്ത് തഥാ, അപ്പോൾ, യോഗാരൂഢ ഉച്യതേ, അപ്പോൾ അയാൾ യോഗാരൂഢനായി എന്ന് പറയാം. ഒരു മനുഷ്യൻ എപ്പോഴാണ് യോഗാരൂഢനാകുന്നത്? ആദ്യം പറയുന്ന ലക്ഷണം, അയാൾ സർവസങ്കൽപ്പ സന്യാസിയാകണം. സർവസങ്കൽപ്പങ്ങളെയും അഹങ്കാര മമത്വ സങ്കല്പങ്ങളെ മുഴുവൻ, എൻ്റെ, എനിക്ക് എന്നുള്ള സങ്കല്പങ്ങളെ, അവയെ സന്യസിച്ചവനാകണം. വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ, ഈ 3 കെട്ടുപാടുകൾ, അവയെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങൾ, 3 പറഞ്ഞാൽ എല്ലാം വരും അതിൽ. ഈ ലോകത്തിൽ
എന്തെന്ത് നമ്മളെ ബന്ധിക്കുന്നുണ്ടോ അതൊക്കെ ഉൾപ്പെടും. അത് പുത്ര വിത്ത ലോക എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പുത്ര എന്നുള്ളതിൽ പത്നിയും പതിയും എല്ലാം വരും. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വരും. എൻ്റെ ശിഷ്യൻ, എൻ്റെ ഗുരു ഒക്കെ വരാം. വിത്തം എന്നുള്ളതിൽ എല്ലാ തരത്തിൽപ്പെട്ട ധനസമ്പത്തികളും വരാം. ലോകം എന്നുള്ളതിൽ പേര്, പ്രശസ്തി, സ്ഥാനം, മാനം, അത് ഇത് എന്തൊക്കെയാ വരിക എന്ന് കണക്കില്ല. ഇങ്ങനെയുള്ള എല്ലാ മമത്വ സങ്കല്പങ്ങളും ആരെ സംബന്ധിച്ച് അപ്രസക്തമായി കൊഴിഞ്ഞു വീണിരിക്കുന്നു. ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് തോന്നാം? അല്ല, ഞാൻ പറഞ്ഞ നന്നാവണില്ലേ? എന്താ ഇല്ലേ? എന്താ അഭിപ്രായം? പിന്നല്ലാണ്ട് നാഫി ചെയ്താൽ എന്താ ഒരു സമയം പറഞ്ഞാൽ നന്നാവാതിരിക്കുക? അസലാവുണ്ട്. ഞാൻ ആള് മോശക്കാരനല്ല കേട്ടോ. ആ അപ്പൊ പറയണതെന്താ? സംഘാഭാവം. പക്ഷെ ഉള്ളിൽ വളരണതെന്താ? സംഘം. ചിന്തിക്കുക. ഞാൻ വളരെ ലാളിത്യമാർന്നവനാണ്, വിനയാന്വിതനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി മനുഷ്യന്മാര് ചെയ്തു കൂട്ടുന്ന പൊല്ലാപ്പുകൾ കണ്ടാൽ ചിലപ്പോൾ ചിരിച്ചു പോവും. പുതിയ വസ്ത്രം വാങ്ങിയിട്ട്, പുതിയ ഖദർ വസ്ത്രം വാങ്ങി കല്ലുമ്മൽ ഉരച്ച് കീറിയിട്ട് ധരിക്കുന്ന ആളെ നമ്മൾ പരിചയമുണ്ട്. പുതിയ വാങ്ങിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? പഴകുമ്പം കീറിക്കോട്ടെന്നേ, പഴകുമ്പം കീറിക്കോട്ടെ, അപ്പം അലക്കി ഇട്ടാൽ മതി, ഒരു വിരോധവും ഇല്ല. ഇത് പുതിയത് വാങ്ങിയിട്ട് അത് ഉരച്ച് കീറി 2-3 സ്ഥലത്തെങ്കിലും കുറച്ച് കീറലൊക്കെ ആക്കി, ഓ വളരെ സിമ്പിളാട്ടോ ആള്, എന്താ സിമ്പിള്, ഇത്രക്കൊക്കെ വലിയൊരു സ്ഥാനത്ത് ഇരുന്നിട്ടും കീറിയതൊക്കെ ഇട്ട് നടക്കുകയാണ്. ഇന്ന് 4 ആളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാ പടാപ്പാടുകൾ. ഇതൊന്നും പുറമെ കാണുന്ന പോലെ അല്ല. ചിന്തിക്കുക. അതുകൊണ്ട് സ്റ്റേജിൽ മൈക്രോഫോണിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് സർവസങ്കല്പ സന്യാസി എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഇത് പറയുമ്പം തന്നെ എന്തൊക്കെ സങ്കല്പങ്ങളാണ് ഉണ്ടാവുന്നതെന്നുള്ളത് വേറെ ആർക്കെങ്കിലും അറിയോ? ഞാൻ പറഞ്ഞ നന്നായാൽ ഇവരൊക്കെ ദക്ഷിണ കൂടുതൽ തരും, മോശമാക്കില്ല ഇല്ലേ? അതെ, നന്നാവുണ്ടാവും. എന്ത് പറഞ്ഞാൽ നന്നാവുണ്ടാവും, അതുകൊണ്ട് ദക്ഷിണയും നന്നാവുണ്ടാവും. അങ്ങനെയാണ് സങ്കല്പങ്ങളുടെ പോക്ക്. പിന്നെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് കാണിക്കാനുള്ളൊരു പടാപ്പാട്, അതാ കൂടുതൽ സംഘർഷം ഉണ്ടാക്കുക. ചിന്തിക്കുക. ഇതിന് വാച്യാർത്ഥങ്ങൾക്ക് അപ്പുറത്തുള്ള സൂക്ഷ്മാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സർവസങ്കല്പ സന്യാസി. അങ്ങനെയുള്ള ആള് യഥാ എപ്പോഴാണോ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു, ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളിൽ, ഇന്ദ്രിയാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്തിനെ അർത്ഥിക്കുന്നുവോ അത്. ഇന്ദ്രിയങ്ങൾ എന്തിനെ അർത്ഥിക്കണത്? വിഷയങ്ങളെ, ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളെ. ഇതിന്റെ പിന്നാലെയാണ് ഇന്ദ്രിയങ്ങൾ നെട്ടോട്ടോടുന്നത്. അവയെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് പെടാപ്പാട് മുഴുവൻ പെടുന്നത്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ പ്രവൃത്തികളിൽ, നമ്മൾ സാമാന്യമായി ലോകത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ എത്ര ശതമാനം എന്ന് പറയണം? ഒരു 90, 95, 99 എന്നൊക്കെ പറയേണ്ടി വരും. ഒക്കെ ഇന്ദ്രിയാർത്ഥങ്ങളായ കർമ്മങ്ങളാ. വളരെ ചെറിയ ഹ്രസ്വമായ താത്കാലികമായ ഇന്ദ്രിയ വിഷയ സ്പർശത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സുഖം, ഇത്രയേ ഉള്ളൂ. അതിനുവേണ്ടി എത്രയാ പാടുപെടുന്നത് ആലോചിച്ച് നോക്കൂ.
എന്തെല്ലാം ഘടകങ്ങൾ നമ്മൾ ചേർക്കണുണ്ട്. നമ്മുടെ വീടുകളിൽ സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് പറയണില്ലേ? ആരും എഴുതാപ്പുറം വായിക്കരുതേ. സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് ചിദാനന്ദ സ്വാമി പ്രസംഗിച്ചു. ഇതൊന്നും പറഞ്ഞേക്കരുത്. നല്ല സ്വാദായിട്ട് തന്നെ ഉണ്ടാക്കണം. അഥവാ ഉണ്ടാക്കണത് സ്വാദുള്ളതാവണം. അത് വേറെ വിഷയം. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഭക്ഷണത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ പോഷകത്തെക്കുറിച്ചാണോ ഏറെ ഉണ്ടാവാറ്, അല്ല അതിൻ്റെ സ്വാദിനെക്കുറിച്ചാണോ ഏറെ ഉണ്ടാവാറ്? ഓരോരുത്തർ പറയണ്ട, ആരും പറയണ്ട, ചിന്തിച്ച മനസ്സിൽ വെച്ചാൽ മതി. അതിൻ്റെ ചെറിയൊരു സ്വാദിന് വേണ്ട ഘടകത്തിൽ എന്തെങ്കിലും ന്യൂനത വന്നാൽ വീട്ടിൽ ലഹളയും ബഹളമൊക്കെ ഉണ്ടാവാറില്ലേ? ഇവിടെ ഇരിക്കണവരാരും ലഹളം ഉണ്ടാക്കാറില്ല. പക്ഷെ പുറമുള്ളവർ, ഇവിടെ വരാത്തവരങ്ങനെയാണ്. അതെ, അത് ഒരു ചെറിയൊരു ഘടകത്തിൻ്റെ കുറവുണ്ടായാൽ മതി, വീട്ടിലാകെ പ്രശ്നവും. ഇതൊക്കെ എത്ര നേരത്തേക്ക് ഉണ്ട്? നാവിൻ്റെ അഗ്രഭാഗത്ത് ഒരു 1.25 സെൻറ്റിമീറ്റർ അത്രയേ ഉള്ളൂ ടേസ്റ്റ് ബഡ്സ്, അതിനുള്ളോട്ടില്ല. ഇത് കടന്നു പോണത് വരെയുള്ളൂ. പിന്നെ മനസ്സുകൊണ്ടും ഉണ്ട് കേട്ടോ. മനസ്സിനോ? അതെ, മനസ്സിനുണ്ട്, അതില്ല എന്ന് പറയാൻ വയ്യ. നമുക്ക് പരിചയമുള്ള ഒരാൾ അതെപ്പോൾ ഇല്ല, പോയി മൂക്കിലൂടെ കുഴൽ വഴിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോഴും ഇഡ്ഡലിയും ചട്നിയും ഇല്ലാച്ചാൽ ലഹളം ഉണ്ടാക്കുമായിരുന്നു. ഇയാൾക്ക് ഇഡ്ഡലിൻ്റെ സ്വാദറിയോ ചട്നിയുടെ സ്വാദറിയോ, കാരണം ഇതങ്ങ് തൊണ്ട കഴിഞ്ഞിട്ട് അകത്താ എത്തണത് പൈപ്പ്. എന്നാലും അത് വേണം, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ടേസ്റ്റ് ബഡ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മനസ്സാണിപ്പോൾ അത്, ഇല്ലേ? ഒരു സമാധാനം. രാവിലെ ഇഡ്ഡലി കഴിച്ചു കിട്ടുമോ, ചട്നി ഉണ്ടായിരുന്നു. എവിടെ? കുഴൽ വഴി. എവിടെ ഇറങ്ങിയത്? തൊണ്ടയിൽ അങ്ങോട്ട്. ഇതാണ് നമ്മളുടെ ഈ കർമ്മ സംഘം. എങ്ങനെയുള്ള കർമ്മസംഘം? ഇന്ദ്രിയാർത്ഥങ്ങളോടുള്ള സംഘം, വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംഘം. ഈ സംഘങ്ങളിൽ എപ്പോഴാണോ ഒരാൾ ന അനുഷജ്ജതേ, ഒട്ടിച്ചേരാത്തത്, സന്തോഷം വന്നാലും സന്തോഷം, വന്നില്ലെങ്കിലും സന്തോഷം. ജീവിതത്തിൽ നമുക്ക് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഈ ശരീരസംഘാതത്തിലെ ഓരോ ഘടകങ്ങൾ, ഇവയെല്ലാം ഉപയോഗിച്ച് കർമ്മം ചെയ്യാം. ചെയ്യുന്ന കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യണം. എത്ര നന്നായി ചെയ്യാമോ അത്ര നന്നായി ചെയ്യണം. അതിനല്ലേ നമുക്ക് കഴിയൂ. അതിനപ്പുറത്ത് നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. അതിനപ്പുറത്ത് എന്ത് ഫലമാണോ വന്നു ചേരുന്നത്, അത് ഒരു സന്ദർഭത്തിൽ അനുകൂലമെന്നോ പ്രതികൂലമെന്നോ തോന്നട്ടെ, അതിൽ സന്തോഷത്തോടു കൂടിയിരിക്കുക. ആ സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. കാരണം അത് ബാഹ്യമായ ലബ്ധിയെയോ അലബ്ധിയെയോ ആസ്പദമായിട്ടല്ല ആ സന്തോഷം. സന്തോഷമുള്ള ആൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അയാളുടെ ചുറ്റും പോയി ഇരുന്നാൽ തന്നെ ഒരു സന്തോഷമായിരിക്കും നമുക്ക്. കാരണം അയാളുടെ ചുറ്റും ഒരു സുഖത്തിൻ്റെ തരംഗം ഉണ്ടാവും. അത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാൽ, അതിൻ്റെ മർമ്മം ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ സുഖ, വളരെ സുഖം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഏത് സന്ദർഭത്തിലാണോ സർവസങ്കല്പ സന്യാസിയായ ആൾ ഇന്ദ്രിയാർത്ഥങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായ കർമ്മങ്ങളിൽ സംഘമില്ലാതിരിക്കുന്നത്, വന്നു ചേരുന്ന പ്രാപ്തമാകുന്ന കർമ്മങ്ങളെ ചെയ്യുന്നു, പോകുന്നവയെ അപ്പപ്പോ ഉപേക്ഷിക്കുന്നു. വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു, പോകുന്നതിനെ ഉപേക്ഷിക്കുന്നു. വരുന്നതിനെ സ്വാഗതം ചെയ്യാതില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോകുന്നതിനെ ഉപേക്ഷിക്കാതെ ഇല്ല. ആയാതമായാതം അപേക്ഷണീയം.
വന്നു ചേരുന്നതിനെ അപേക്ഷിക്കുന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം. പോണതിനെ ഉപേക്ഷിക്കുന്നു. അത് പോണതാണ്. ഉപേക്ഷിക്കുക എന്നുള്ള വാക്ക് തന്നെ അവിടെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഉണ്ടല്ലേ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാവം, അതാണ്ട് വിട്ടു എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ എപ്പോഴാണ് ഒരാൾ ജീവിക്കുന്നത്, ആ സമയത്താണ് അയാൾ യോഗാരൂഢനായി എന്ന് പറയാൻ പറ്റുക. ഇതാണ് യോഗാരൂഢന്റെ ലക്ഷണം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകം ഇതുമായി ബന്ധിപ്പിച്ചാൽ ഈ ഒരു ഉള്ളു നിറഞ്ഞിരിക്കുന്ന വിഷയലാഭത്തിന് വേണ്ടി സംഘത്തോടുകൂടി കർമ്മം ചെയ്യുന്നത് കൊഴിഞ്ഞു പോയിരിക്കുന്ന, എപ്പോഴും ഉള്ളിൽ സന്തോഷമായിരിക്കുന്ന അവസ്ഥ, അത് നേടുന്നത് വരെ സ്വധർമാനുസൃതമായ കർമ്മം യോഗബുദ്ധിയ അനുഷ്ഠിക്കണം. എന്നാൽ ആ പദത്തിൽ എത്തുന്നതോടുകൂടെ അതെല്ലാം കൊഴിഞ്ഞു പോകും, അപ്രസക്താവും. അവിടെ വൈദികവും ലൗകികവും ഒക്കെ കൊഴിഞ്ഞു പോകും. അതുവരെ നമ്മൾ കുശലതയോടുകൂടി സന്ധ്യാവന്ദനാദികളെ ചെയ്യണം. അതുവരെ കുശലതയോടുകൂടി പൂജാപാഠങ്ങളെ ചെയ്യണം. അതുവരെ കുശലതയോടുകൂടി സ്വാധ്യായത്തെ ചെയ്യണം. എന്തൊക്കെയാണോ അവനവന്റെ ലൗകിക കർത്തവ്യങ്ങൾ അവയെ മുഴുവൻ ചെയ്യണം. പക്ഷെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചെയ്യുക? അതില്ല, പിന്നെ അവിടെ ഇല്ല. അയാൾ പാരമാർത്ഥിക സന്യാസത്തിലേക്ക്, യോഗാരൂഢസ്ഥിതിയിലേക്ക് ഉയരുന്നു. എത്ര കാലം ഒരാൾക്ക് കർമാചരണ മാർഗത്തിൽ വിധേയത്വമുണ്ട്, എപ്പോൾ ഒരാൾക്ക് കർമ്മങ്ങളെ സന്യസിക്കാം എന്നുള്ള വിഷയം അനേക പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ ആചാര്യന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ സമ്പൂർണമെന്ന് പറയാവുന്ന ഒരു വിലയിരുത്തല് നമുക്ക് അധ്യാത്മരാമായണ അന്തർഗതമായ ശ്രീരാമഗീതയിൽ കാണാം. അവിടെ വ്യക്തമായിട്ട് ഉപദേശിക്കും, യാവച്ഛരീരാദിഷു മായയാത്മധി താവത് വിധേയോ വിധിവാദ കർമ്മണാം നേതീതി വാക്യൈരഖിലം നിഷിധ്യ തത് ജ്ഞാത്വാ പരാത്മാനമധത്യജേത് ക്രിയാഃ. യാവച്ഛരീരാദിഷു മായയാത്മധി, എത്ര കാലം വരെ മായയാൽ ശരീരം തുടങ്ങിയ ഉപാധികളിൽ ഞാനെന്ന ബുദ്ധിയുണ്ടോ അത്രയും കാലം, താവത് അത്രയും കാലം, വിധേയ ഒരാൾ വിധേയനാണ്. എന്തിന്? വിധിവാദകർമ്മണാം, വിധി നിഷേധങ്ങളുടേതായ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾക്ക് വിധേയനാണ്. എന്നാൽ നേതീതി വാക്യൈഹി അഖിലം നിഷിധ്യ, നേതി ഇതല്ല സത്യം, ഇപ്രകാരമല്ല സത്യം, ഇതിനപ്പുറത്താണെന്ന വേദവാക്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരാദ്യുപാധികളിലുള്ള ഞാനെന്ന ഭാവത്തെ അതിക്രമിച്ചാൽ ത്യജേത് ക്രിയാ, പിന്നെ ക്രിയകളെയൊക്കെ ഉപേക്ഷിച്ചോളൂ. അവ സ്വാഭാവികമായിട്ട് ഉപേക്ഷിതങ്ങളാകും, അപ്രസക്തങ്ങളാകും. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു നിറവുള്ളിൽ വന്നാൽ, വിഷയപ്രാപ്തിക്കായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ കൊഴിഞ്ഞു പോയാൽ, സർവസങ്കല്പങ്ങളും ആരിൽ നിന്ന് അപ്രസക്തമായി കൊഴിഞ്ഞു പോയിരിക്കുന്നു, അയാൾ യോഗാരൂഢനാകും. ഈ ഒരു സ്ഥിതി, ഈ ഒരു ആനന്ദം, ഈ ഒരു സ്വാതന്ത്ര്യം, അങ്ങനെ തന്നെ പറയണം, ഇതെല്ലാവർക്കും അധികാരപ്പെട്ടതാണ്.
ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിനുള്ളതല്ല. ഇവിടെ മതത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ ഒരു വിശേഷവും ഇല്ല. മനുഷ്യനാണോ ഇതിന് അധികാരമുണ്ട്. എന്നാൽ അധികാരം ഉണ്ടായതുകൊണ്ട് പ്രയോജനമുണ്ടോ? അധികാരം ഉണ്ടായതുകൊണ്ട് ആരും അധികൃതമായതിനെ പ്രാപിക്കാറില്ല. എന്തിലേക്ക് അധികാരമുണ്ടോ അതിനെ പ്രാപിക്കാൻ ഇച്ഛ വേണം, ക്രിയ വേണം, അല്ലേ? പരിശ്രമം വേണം. അതിനുള്ള ജീവിത ക്രമീകരണം ചെയ്യണം. അത്തരം ജീവിത ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ കാഴ്ചപ്പാട് ആദ്യം വേണം, ഇച്ഛാശക്തി വേണം, ആ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ നമുക്കൊക്കെ തന്നെ ഏതൊരു മനുഷ്യനും വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്ന പരമമായ തലത്തിലേക്ക് എത്താം, ഈ ഒരു ആനന്ദത്തെ പ്രാപിക്കാം. ഇതാർക്കും അപ്രാപ്യമല്ല. പക്ഷേ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. അതാണ് ഉപദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട, എന്നും നമ്മളൊരു മന്ത്രമായി ഉള്ളിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ശ്ലോകമാണ്. ആ ശ്ലോകത്തെ വിചാരം ചെയ്ത് നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു ചിന്ത ഉപസംഹരിക്കും. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഇതൊരു മന്ത്രമാണ്, ഒരു വേദമന്ത്രം പോലെ നമ്മൾ ഉള്ളിൽ സദാ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ ഉണർവിലും ഉറക്കത്തിലും ജീവിതത്തിൽ മാറി വരുന്ന ഏതവസ്ഥയിലും എവിടെയാകുമ്പോഴും ഉദ്ധരേത് ആത്മനാ ആത്മാനം. ആത്മനാ തന്നാൽ, ആത്മാനം തന്നെ, ഉദ്ധരേത് ഉയർത്തിയാലും, തന്നാൽ തന്നെ ഉയർത്തിയാലും. നമ്മളെപ്പോഴും തൻ്റെ ഉയർച്ചത്താഴ്ചകൾക്ക് മറ്റുള്ളവരെ കാത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ എനിക്ക് സാഹചര്യം അനുകൂലമല്ല, എനിക്ക് അതില്ല ഇതില്ല, ഇങ്ങനെയൊക്കെ പല ബാഹ്യങ്ങളായതിനെയും കുറ്റപ്പെടുത്തിയോ മറ്റുള്ളവയിൽ ഭാരമേൽപ്പിച്ചോ ഒക്കെ ഇരിക്കണതാ. എൻ്റെ ജീവിതത്തിന് തീരെ ഉയർച്ച ഉണ്ടായില്ല കേട്ടോ. എന്താ കാരണം? അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മ ശരിയില്ല, അച്ഛൻ ശരിയില്ല, അങ്ങനത്തെ ഗുരുനാഥന്മാരെനിക്ക് കിട്ടിയില്ല എന്നേ. വളരെ മോശമായിരുന്നു എൻ്റെ സാഹചര്യമൊക്കെ. എപ്പോഴും സാഹചര്യങ്ങളെ, മറ്റുള്ളവരെ, അതിനെ ഇതിനെ ഒക്കെ പഴിചാരി നമ്മൾ ഇരിക്കും. ഇവിടെയാണ് കരുത്തിൻ്റെ, ഇവിടെയാണ് പുരുഷാർത്ഥത്തിൻ്റെ, പുരുഷപ്രയത്നത്തിൻ്റെ. നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടവർ നമ്മളാണ്, വേറെ ആരുമല്ല. ദൈവമേ എന്നെ ഒന്ന് ഉയർത്തണേ. ഏത് ദൈവമാണോ ഉയർത്തേണ്ടത്? ദൈവം പറയോടോ ഞാൻ ഉയർന്നതാ, ഞാൻ പലവിധ കർമ്മങ്ങളെ ചെയ്ത് ഉദാഹരണം പറഞ്ഞ, ഒരു ദേവതയാണെങ്കിൽ ദേവത പറയും ഞാനൊരു 100 അശ്വമേധം ചെയ്തിട്ടാ ദേവനായത്.
അല്ലാണ്ട് എന്നെ ആരും പിടിച്ച് ദേവനാക്കിയതല്ല. 100 അശ്വമേധം ചെയ്ത പുണ്യം കൊണ്ട് എനിക്ക് ദേവപദവി കിട്ടി. നീയും ചെയ്തോ സൽക്കർമ്മങ്ങൾ. ഉദാഹരണത്തിന് പറഞ്ഞെന്ന് മാത്രം. എല്ലാവരും പോയി അശ്വമേധം ചെയ്യണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയാണ്, നിന്നാൽ ഉയർത്തണം. നീ വേണം നിന്നെ ഉയർത്തേണ്ടത്. നിന്നെ ഉയർത്തിയാലും ഈ സംസാര ക്ലേശങ്ങളുടെ, ഈ അസ്വാതന്ത്ര്യത്തിൻ്റെ, ഈ ബന്ധനത്തിൻ്റെ മേഖലയിൽ നിന്ന് നീ ഉയർത്തിയാലും, നീ പരമാനന്ദത്തിലേക്ക് ഉയർത്തിയാലും, ഇത്ര പറഞ്ഞാൽ മതി. എന്നാലും കൃപ കൊണ്ട് ഭഗവാൻ പറയുകയാണ്, നാത്മാനം അപസാദയേത്, നിന്നെ ക്ഷയിപ്പിക്കരുതേ. അപ്പൊ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയണമെങ്കിൽ ക്ഷയിപ്പിച്ചൂടെ? ക്ഷയിപ്പിക്കാം എന്നുള്ളതുകൊണ്ടാണല്ലോ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയണത്. ഒരിക്കലും നമുക്ക് നമ്മളെ ക്ഷയിപ്പിക്കാൻ കഴിയില്ലായിരുന്നെങ്കിൽ ക്ഷയിപ്പിക്കരുതേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കരുതലോടുകൂടി നിന്റെ ജീവിതത്തെ നീ നയിക്കുന്നില്ലെങ്കിൽ നീ ക്ഷയിച്ചു പോകും. അവിടെ നിന്നെ ക്ഷയിപ്പിക്കാൻ വേറെ ആരുമല്ല കാരണക്കാരൻ, നീ തന്നെയാ. ഞാനൊന്നും നേരെയാവില്ല സ്വാമി, ഞാനൊരു പാവാണേ, ഈ കോഴിക്കോട് ഇങ്ങനെ ജീവിച്ചു പോവുക, എന്നെ എന്തിനു കൊള്ളും? നിന്നെ ഒന്നിനും കൊള്ളില്ലടാ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക? ഇങ്ങനെ സ്വയം തൻ്റെ മൂല്യമില്ലാതെ നമ്മളൊരു 10,000 ദൈവങ്ങളിൽ വിശ്വസിച്ചോളൂ, തന്നെ വിശ്വാസം ഇല്ലാച്ചാൽ എന്ത് കാര്യം? ആത്മവിശ്വാസമല്ലേ ആദ്യം വേണ്ടത്. തനിക്ക് തന്നിൽ വിശ്വാസം വേണം, തൻ്റെ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള ബോധം വേണം. അതില്ലാത്തവൻ എന്തനുഗ്രഹം ആനുകൂല്യം കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. പൊതുവെയുള്ള മനുഷ്യ സ്വഭാവത്തെ നമ്മളെ കോഴിക്കോട് തന്നെ ഏറെക്കാലം ജീവിച്ച വലിയ വേദാന്തിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് എത്ര രസകരമായി പറഞ്ഞു. ചക്കട മടലും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കക്കുഞ്ഞും ചമ്മന്തിക്കിവയൊന്നും കൊള്ളിൽ, എന്തൊരു ദുരിതം ഇത്, എന്തൊരു ലോകം. എവിടെ എത്തി കുറ്റപ്പെടുത്തൽ? ലോകത്തിനെത്തി. നോക്കണേ, ആദ്യം പറഞ്ഞ ദുരിതം എന്ന് പറഞ്ഞത് തൻ്റെ ഒരു ദുരിതാവസ്ഥയാണ്. പക്ഷെ ആ എൻ്റെ ദുരിതം കാരണമായിട്ട് അടുത്ത വാക്ക് പറയണത് എന്തൊരു ലോകം, ഈ ലോകം ഒന്നിനും കൊള്ളില്ല. ആ കഷ്ടം. എന്താ കാരണം? ചക്കട മടലും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കക്കൂഞ്ഞും ഇതൊന്നും ചമ്മന്തിക്ക് കൊള്ളില്ല. എടാ, ചമ്മന്തിക്ക് തേങ്ങ ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ 2 ഇല അവിടുന്ന് ഇവിടുന്നും പറിച്ചൊരു കരുവേപ്പിലയും കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചമ്മന്തിയായി. എന്തുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ വയ്യാത്ത? കാലം പോയി ചിക്കൻ ചമ്മന്തി വരെ ഉണ്ടെന്നാ കേട്ട. ഉണ്ട്, നിങ്ങൾ ഒരു സ്ഥലത്ത് ബോർഡ് കണ്ടു, ചിക്കൻ ചമ്മന്തി. നല്ലതാണ്, കണ്ടെത്തല്ലേ പുതിയ മേഖലകൾ. വല്ലഭന് പുല്ലും ആയുധം തന്നെ. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ് പരിതപിക്കാൻ പറ്റുമോ? എത്ര നല്ല കറി ഉണ്ടാക്കാൻ ചക്കമുണ്ട്. ഈ പറഞ്ഞ ഒരു സാധനം പോലും കളയേണ്ട ആവശ്യമില്ല. 1-ാം തര രശരി ഉണ്ടാക്കുക, ഇനി ഉപ്പേരി ഉണ്ടാക്കുക, എന്തൊക്കെ ഉണ്ടാക്കുക ചക്കമുണ്ട്. ഒന്നുമില്ലേ, ഉണക്കി പൊടിച്ചിട്ട് കഴിച്ചാൽ അത്ര നല്ലതാ. അത്ര നല്ലൊരു സാധനം ഉണ്ടോ? ചക്കൊണ്ട് പറ്റാത്ത വിഭവങ്ങളില്ല. പക്ഷെ ചമ്മന്തിക്ക് പറ്റില്ല, അത് ശരിയാ. ചമ്മന്തിക്ക് വേറെന്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സിദ്ധമായ വിഭവങ്ങളെ, പ്രാപ്തമായ വിഭവങ്ങളെ ഉപയോഗിക്കാതെ പ്രാപ്തമല്ലാത്തതിനെ കുറിച്ച് പരിതപിച്ച് കഴിയുന്നവന് ജീവിതത്തിൽ ഒരു മേഖലയിൽ ഉയരാൻ കഴിയില്ല. എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് കാലം കളയുന്നവരേറെ പേര്. എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ളൊരു വാക്കില്ലേ നമുക്ക്? അതില്ല സ്വാമി, ഇതില്ല സ്വാമി. അധികം ആൾക്കാർ ഇങ്ങനെയാ പറയുക. ഇവിടെ ഉള്ളവരെ കുറിച്ച് അല്ല പറയണത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പൊതുവേ ഉള്ളൊരു ലോക സ്വഭാവം പറയുകയാണ്. അവിടെയാണ് ഈ കരുത്തിന്റെ സന്ദേശം. ഉദ്ധരേതാത്മനാത്മാനം. നീ നിന്നെ കൊണ്ട് നിന്നെ ഉയർത്തിയാലും നിന്നെ ഉയർത്താൻ വേറെ ഒരുത്തരം വരാൻ പോകുന്നില്ല.
ദൈവമേ നീ എന്നെ ഉയർത്തണേ. ദൈവം അവിടുന്ന് ചിരിക്കും. പറ അല്ലാണ്ട്, കാരണം നിന്നെ ഉയർത്താനുള്ള എല്ലാ കോപ്പും നിന്റെ അടുത്തുണ്ട്. അത് ഉപയോഗിച്ച് ഉയരാൻ കഴിയാത്ത നിന്നെ ആരുയർത്തും? ഒരു തരം അപകർഷതയുടെ ഭാണ്ഡവം പേറിയാ നമ്മൾ പലപ്പോഴും ജീവിക്കണത്. ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു മഹാപുരുഷനും ഇങ്ങനെ സാഹചര്യങ്ങളെ നോക്കി അവരെന്നെ പൊക്കും ഇവരെന്നെ പൊക്കും എന്ന് വിചാരിച്ചവരല്ല. മറിച്ച് തനിക്ക് സിദ്ധമായത് തൻ്റെ മഹിമയാണെന്നറിയണം, അതിനെ ഉപയോഗിക്കണം. സന്ദർഭവശാൽ എന്തോ നേരത്തെ കുഞ്ഞുണ്ണി മാഷ് കയറി വന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്നറിയുന്നു ഞാൻ. എന്തൊരു വലിയ വീക്ഷണം അത്! അത്ര വലിയൊരു വേദാന്ത വീക്ഷണം എന്താ ഉള്ളത്? വേദാന്തത്തിൻ്റെ മഹിമ നമ്മൾ 1000 മണിക്കൂർ വ്യാഖ്യാനിക്കാനുള്ള കൗശലമല്ല. പിന്നെയോ ഒരു നിമിഷമാണെങ്കിൽ ആ നിമിഷത്തെ സന്തോഷമാണ്. അതാണ് വേദാന്തത്തിൻ്റെ ഫലം, അതാണ് വേദാന്തത്തിൻ്റെ മഹിമ. അല്ലാതെ 1000 മണിക്കൂർ വ്യാഖ്യാനിക്കാനുള്ള കൗശലം വേദാന്ത മഹിമയല്ല, അത് പുസ്തകജ്ഞാനത്തിൻ്റെ മഹിമയാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ മഹാമന്ത്രം നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും തന്നാൽ തന്നെ ഉയർത്തിയാലും ഒരിക്കലും തന്നെ ക്ഷയിപ്പിക്കരുതേ. ഇത് രണ്ടും നമുക്ക് സാധിക്കും, രണ്ടും സാധിക്കും. എനിക്ക് വയ്യേ, ഒന്നിനും വയ്യ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞിരിക്കാം. എന്നാൽ എന്തൊക്കെ എനിക്ക് വഹിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് പ്രവർത്തിക്കൂ. ആ ഒരൊറ്റ പ്രേരണ കിട്ടിയാൽ മതി. നമ്മളിലൊക്കെ എത്ര വലിയ ശക്തിയാണ് അന്തർഭവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റും. എത്രയോ മഹനീയങ്ങളായ മാതൃകകളുണ്ട്, മഹനീയങ്ങളായ മാതൃകകൾ. നമ്മൾ നോക്കുക, കണ്ണു തുറന്ന് നോക്കുക, കാണാൻ സാധിക്കും. നമുക്ക് വളരെ അടുപ്പമുള്ളൊരു മോളുണ്ട്. അവള് ഒരു 600ഓളം പ്രാവശ്യം എല്ല് പൊട്ടിയ ആളാണ്. ഒന്ന് നമ്മൾ മുറുക്കി പിടിച്ചാൽ തന്നെ എല്ല് പൊട്ടിപ്പോവും. വീൽ ചെയറിലാണ്, അയാൾക്കൂടി ദേഹത്രയേ ഉള്ളൂ. തൻ്റെ പരാതികളും പരാധീനതകളും പറഞ്ഞിരിക്കാൻ ആ കുട്ടിക്ക് ദിവസങ്ങളോളം പറയാനുള്ള വകുപ്പുണ്ട്. കാരണം കഷ്ടപ്പാടേ ഉള്ളൂ. എന്നാൽ സമാന രോഗവും ക്ലേശവും അനുഭവിക്കുന്ന ഭാരതത്തിൽ തന്നെ മിക്കവാറും പേർക്ക് സഹായം എത്തിക്കുന്ന ഒരു നേതൃസ്ഥാനം ആ കുട്ടി നേടിക്കഴിഞ്ഞു. ഇപ്പോൾ സംഘടന ഉണ്ടാക്കി എല്ലാവരെയും അനുകൂലിച്ച് ഒത്തുകൂട്ടി ഈ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്നുള്ള ആ ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു ആ മോളെന്നറിയും. എന്തെല്ലാം നമുക്ക് സാധിക്കും, എന്തെല്ലാം. ഹീമോഫീലിയ ഉള്ളൊരു വളരെ വർദ്ധിതമായ അവസ്ഥയിലുള്ള ഒരാളെ പരിചയപ്പെടാനിടയായി. അയ്യോ ഹീമോഫീലിയാണ്, ജീവിതത്തിൽ മാറാത്ത രോഗമാണ് എന്നും പറഞ്ഞിരിക്കുകയല്ല. മറിച്ച് സമാനമായ രോഗം അനുഭവിക്കുന്നവർക്ക് വേണ്ടി തന്നാൽ കഴിയുന്നത് എന്താ കഴിയുക? ഒന്നും കഴിയാത്ത മനുഷ്യൻ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത മനുഷ്യൻ, എന്നാൽ പ്രവർത്തിച്ചു ഇച്ഛാശക്തി കൊണ്ട് പലരെ ചേർത്ത് അവരുടെ പ്രവർത്തനം കണ്ട് പലരും സഹയോഗം ചെയ്ത് വലിയ പ്രവർത്തനം, 1000കണക്കിന് ഹീമോഫീലിയ രോഗികൾക്ക് സേവ ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എല്ലാവരും ഒരു മേഖലയിൽ പോകരുത്, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ
നമുക്ക് സാധിക്കാത്തത് എന്ത്? എല്ലാവർക്കും സാധ്യതയുണ്ട്. അതേ സമയത്ത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞിരുന്നാൽ കൊള്ളില്ല, അവിടെ ഇരുന്നാൽ തന്നെ. ചിന്തിക്കുക. അതുകൊണ്ട് ഈ ഒരു മഹാമന്ത്രം ഈ സംസാരത്തിൻ്റെ പാരതന്ത്ര്യത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ പടുകുഴിയിൽ നീ നിന്നെ സ്വയം ആഴ്ത്തരുതേ. ലൗകികമായാലും വൈദികമായാലും ഐഹികമായാലും പാരത്രികമായാലും ഏത് മേഖലയിലായാലും നിനക്ക് ഉയരാനുള്ള അപാരമായ കഴിവ് നിന്റെ ഉള്ളിലുണ്ട്. അതിനെ തിരിച്ചറിയൂ. ഇതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത്. എന്തൊരു കാരുണ്യ നോക്കൂ ഭഗവാൻ. നിന്നെ നീ തളർത്തരുതേ. എന്തുകൊണ്ട്? ആത്മൈവ ഹ്യാത്മനോ ബന്ധു. നിന്റെ ബന്ധു നീ തന്നെയാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ബന്ധുക്കളായി കാണുക. മറ്റുള്ളവർ ബന്ധു എന്നുള്ള ശരിയായ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ ബന്ധു തന്നെയാട്ടോ. കാരണം ബന്ധു എന്ന് പറഞ്ഞാൽ കെട്ടിയിടുന്ന ആളെന്ന അർത്ഥം. ബധ്നാതീതി ബന്ധു എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടുന്ന ആള്. നമ്മളെ കെട്ടി തളച്ചിടുന്ന ആളാ ബന്ധു. ആ പരിധീൻ്റെ ഉള്ളിൽ നിന്നാൽ എല്ലാ അനുകൂല്യവും ചെയ്യും. ആ പരിധീൻ്റെ ഉള്ളിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ വേണ്ട. ഒരു പരസ്പര സഹായ സഹകരണ വ്യവസ്ഥയിലാണ് ഈ ബന്ധുത്വം ഉള്ളത്. അല്ല, എന്താ അഭിപ്രായം? ചിലർക്കൊക്കെ പറയാൻ ഭയം ഉണ്ടാവും. അടുത്ത് കേട്ടിരിക്കേണ്ട അയാളായിട്ട് ഞാനിത് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയും. അതൊക്കെ പ്രശ്നവും. എന്നിട്ട് മിണ്ടാണ്ടിരിക്കണ നല്ല മൗനം വിദ്വാന് ഭൂഷണം. സത്യമാണ്. ഒരു പ്രത്യേക വ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതിന് വിധേയനായി നിന്നാൽ നീ എനിക്ക് കൊള്ളാം, ഞാൻ നിനക്ക് ഉപകാരം ചെയ്യും. എന്നാൽ എൻ്റെ സങ്കല്പങ്ങൾക്ക് എപ്പോഴെങ്കിലും നീ എതിര് നിന്നാൽ അപ്പം കാണാൻ എൻ്റെ സ്വഭാവം കഴിഞ്ഞു. അത് മഹാമോശാട്ടോ. അത് നീയല്ലേ അയാളെ കൊണ്ട് കഴിഞ്ഞ മാസം നല്ല എന്ന് പറഞ്ഞ്. അതെ, അന്നവൻ നല്ലതായിരുന്നു, ഇപ്പം മോശമായില്ലേ. ആലോചിച്ച് നോക്കൂ. പറയാണ് നമ്മുടെ ബന്ധു നമ്മളാണ്, തൻ്റെ ബന്ധു താനാണ്. ആത്മൈവരിപുരാത്മനോ. നിന്റെ ശത്രുവും നീ തന്നെയാണ്. വേറെ ആരും അല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മൾ മറ്റു പലരെയും ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് വെച്ചിട്ടുണ്ടാവും. അവൻ എൻ്റെ ശത്രുവാണ്, അവൾ എൻ്റെ ശത്രുവാണെന്ന്. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. എപ്പോഴാണോ നമ്മുടെ മനസ്സ് സ്വയം നിയന്ത്രിതമല്ലാത്തത്, എപ്പോഴാണോ നമ്മുടെ ബുദ്ധി ശുദ്ധമല്ലാത്തത്, അപ്പം നമുക്ക് സ്വയം ശത്രുവാണ്. എപ്പോ സ്വാത്മമഹിമ മനസ്സിലാക്കി പരമമായ വിദ്യയിലേക്ക് അല്ലെങ്കിൽ വിദ്യയിലൂടെ കൃതാർത്ഥതയിലേക്ക് ഉയരാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന തിരിച്ചറിവോട് കൂടി ഒരാൾ ഇരിക്കുന്നത്, അപ്പം അയാൾക്ക് ബന്ധുവാണ്. അതുകൊണ്ട് ഈ മഹാമന്ത്രം ഓർമ്മിക്കുക. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത്. നിന്നെ കൊണ്ട് ഉയർത്തിയാലും. ചിലരൊക്കെ പറയും, സ്വാമി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിക്കും, നിനക്കെന്തടാ പണി? ഞാൻ ചോദിക്കാറുണ്ട്, അതപ്പം ചോദിക്കാറുണ്ട്, പിന്നെ അതൊക്കെ ചോദിക്കാറില്ല. ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പം നിനക്കെന്താ പണി? നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേ? എന്ത് വകയിൽ? ഒന്നാമത്തെ ആശയം മധ്യസ്ഥ പ്രാർത്ഥന എന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് വിശ്വാസമുള്ള മതങ്ങളുണ്ട്, തീർച്ചയായിട്ടും അവരുടെ മതത്തെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മുടെ വീക്ഷണമനുസരിച്ച്, വൈദിക വീക്ഷണമനുസരിച്ച് ഒരാൾക്ക് വേണ്ടി വേറൊരാൾ പ്രാർത്ഥിക്കലില്ല. ഈശ്വരനും നമുക്കും ഇടയ്ക്ക് ഒരു മധ്യവർത്തിയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇല്ല. ഇനി എന്ത് വെച്ചാൽ നിനക്ക് വേണ്ടി ഞാനാ പ്രാർത്ഥിക്കുക, നിനക്ക് വേണ്ടി നീയല്ലേ പ്രാർത്ഥിക്കുക? നിനക്കെന്താ പണി? അത് നീ ഒരു പണിയും ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, അല്ലേ? അത് നല്ല കച്ചവടമാണല്ലോ. സനാതന ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിക്കില്ല, വേറുള്ളതൊക്കെ കേട്ട് വെച്ചിട്ടും ഉണ്ടാവും. അപ്പൊ തോന്നണത് അത്, സ്വാമി ഒന്ന് എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ.
അങ്ങനെ ഇല്ല. അതുപോലും അടിമത്തം സൂക്ഷിച്ചുകൊണ്ട്, വിധേയത്വം സൂക്ഷിച്ചുകൊണ്ട് കഴിയുക നമ്മൾ. അതുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും അരുത്. സ്വയം തന്നെ ഉയർത്തണം. ഒരിക്കലും സ്വയം ക്ഷയിപ്പിക്കാൻ ഇടയാവരുത്. ഈ മന്ത്രം ജീവിതത്തിൽ എല്ലാ മേഖലകളിലേക്കും സമന്വയിപ്പിക്കാൻ പറ്റും എന്ന് മാത്രം ഓർമ്മിക്കുക. ഇതിൻ്റെ സൂക്ഷ്മമായ ആധ്യാത്മിക താത്പര്യങ്ങളുണ്ട്. അത് നമുക്ക് യഥാസമയം പഠിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു, സങ്കല്പിക്കുന്നു. 45 വർഷം മുമ്പ് 5ഓളം ജ്യോതിഷ പണ്ഡിതന്മാർ പ്രശ്നം നടത്തി, പ്രവചനം നടത്തി, ജീർണോദ്ധാരണം നടത്തി പോന്ന ശ്രീ ദുർഗാക്ഷേത്രം ഈ അടുത്ത കാലത്ത് ഒരു വെറ്റില പ്രശ്നക്കാരൻ പറഞ്ഞു, ഇത് കാളീക്ഷേത്രമാണ്, അതനുസരിച്ചുള്ള പൂജാതി കർമ്മങ്ങൾ വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നദാനത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്നത്തെ കമ്മിറ്റിക്കാർ അങ്ങനെ ആവട്ടെ എന്ന് നിശ്ചയിച്ചു. സന്തോഷം, നല്ലത്. ക്ഷേത്ര പരിപാലനം എന്നാൽ എന്താണെന്നറിയാത്ത ആളുകളാണല്ലോ ഇന്ന് ക്ഷേത്രങ്ങൾ കൈയാളുന്നത്. അവിടെ പ്രായണ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത ഒരു മാന്യതയാവും, അല്ലേ? അല്ലാതെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ വയ്യല്ലോ നമുക്ക്. പ്രായണ ക്ഷേത്രം എന്തെന്നറിയാത്തവരാണ് ക്ഷേത്ര പരിപാലകന്മാരായിട്ടിരിക്കുന്നത്. അത് ശരിയാണ്. തന്ത്രിക്കും ശാന്തിക്കും വെറ്റില പ്രശ്നക്കാരൻ പറഞ്ഞതിനോട് അനുകൂല ഭാവവും. നന്നായി, പിന്നെന്താ കൊണ്ടു. ഇന്ന് വരെ ചെയ്ത മൂലമന്ത്രവും പൂജയും മറന്ന് ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണല്ലോ എന്ന് അവർ മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് പണവും പ്രതാപവും സമ്പത്തും പേരും പെരുമയും കാക്ഷിക്കുന്ന തന്ത്രസ്ഥാനം ഇല്ലാത്തവർ കൂടി ഞങ്ങൾ തന്ത്രസ്ഥാനമുള്ളവരാണെന്ന് പറയുന്ന ബ്രാഹ്മണർ കലികാലത്ത് ഇതേ ചെയ്യൂ എന്ന് ഭഗവാൻ ഗൗതമനോട് പറയുന്നതായി വരാഹ മഹാപുരാണത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ധനമോഹികളായ ഇന്ന് ഇവർ എല്ലാ മര്യാദകളും ലംഘിക്കും. പണമാണ് അവരുടെ നോട്ടം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശി മാറ്റാൻ ശ്രമം നടന്നത് കണ്ടില്ലേ? അതിന് ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു പരിപാടി ഈ കഴിഞ്ഞ ദിവസം TV-യിൽ കാണുകയുണ്ടായി. പ്രതിഷ്ഠാസമയം അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠാസമയം എന്താണ് നമ്മൾ ചെയ്യാമെന്ന് സത്യം ചെയ്തത്, അതല്ലാതെ മറ്റൊന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹം. ഇവിടെ ഈ ചോദ്യത്തിൽ വിശദമായ ജ്യോതിഷ വിചാരം, അത് 5ഓളം ജ്യോതിഷ പണ്ഡിതന്മാർ നടത്തിയിട്ട് നിശ്ചയിച്ച ഒരു വ്യവസ്ഥ മാറ്റം ചെയ്യരുത് എന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു താമ്പൂല പ്രശ്നത്തിലൂടെ മാറ്റുക എന്ന് പറഞ്ഞാൽ യുക്തമല്ല. താമ്പൂല പ്രശ്നത്തിലൂടെ നിർണയിച്ച ഒന്നിനെ ജ്യോതിഷ വിദ്വൽ സദസ്സിലൂടെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് യുക്തമാണ്. കാരണം ജ്യോതിഷത്തിൽ പരമ പൂജ്യ സ്വാമി ചിദാനന്ദപുരിയാണ് നമ്മൾ. ഒരു വസ്തു അറിയില്ല എന്നർത്ഥം. വട്ടപൂജ്യമാണ് ജ്യോതിഷത്തിലെ അറിവ്. എങ്കിലും സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ അഷ്ടമംഗല പ്രശ്ന വിചാരത്തിൽ വളരെ വിശദമായി വ്യത്യസ്ത ഗോചരങ്ങളെ കൊണ്ട് തത്വനിർണയത്തിന് ശ്രമിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ താമ്പൂല പ്രശ്ന വിചാരത്തിൽ കേവലം അവിടെ താമ്പൂലത്തെ അധികരിച്ചുള്ള വിചാരവും അതിൽ നിന്നുള്ള ഗണനയും മാത്രമേ സാധിക്കൂ. 2, അഷ്ടമംഗല പ്രശ്ന വിചാരത്തിൽ അനേക വിദ്വാൻമാരുടെ ചിന്തനങ്ങൾ ഒത്തുചേരുന്നുണ്ട്.
അപ്പൊ അവിടെ നിർണയിച്ചത് ഒരു താമ്പൂല പ്രശ്ന വിചാരം കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ജ്യോതിഷ സമ്പ്രദായത്തിനനുസരിച്ച് തന്നെ അസ്വീകാര്യമാണ്. അത് എല്ലാ നിലയ്ക്കും അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതിയിലൊരു ഫുൾ ബെഞ്ചിന്റെ വിധി സിംഗിൾ ബെഞ്ച് മാറ്റുമോ? അതില്ല. സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ചിന് മാറ്റാം, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഫുൾ ബെഞ്ചിന് മാറ്റാം, അല്ല തിരിച്ചു പതിവില്ല. പിന്നെ എന്തേ ഇപ്പം അങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട് കലികാലം. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? വേറെ ഒന്നും അതിൽ പറയാനില്ല. ഈ പറഞ്ഞത് കൊണ്ട് അവിടെ കാളി വേണ്ടെന്നോ അവിടെ ദുർഗയാണ് വേണ്ടതെന്നോ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടില്ല. അറിയില്ല അവിടെ എന്താ വേണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായത്തെ നമ്മൾ മാനിക്കണം, പാലിക്കണം. ഇല്ലെങ്കിൽ ആദ്യമേ എനിക്ക് ജ്യോതിഷത്തിലൊന്നും ഒരു പോകേണ്ട ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമേ നിന്ന് വിട്ടു നിൽക്കാം, ഒരു വിരോധവും ഇല്ല. എന്നാൽ ജ്യോതിഷ പരിശോധനയെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് അതിൻ്റെ സമ്പ്രദായം അനുസരിച്ച് സ്വീകരിക്കണം. ഇതാണ് പറയാനുള്ളത്. വേറൊന്നും കൂടി അവിടെ കൂട്ടിച്ചേർക്കാം. ഒരു അഷ്ടമംഗല പ്രശ്ന വിചാരത്തിൻ്റെ ശേഷം അതിൽ പറഞ്ഞ ഏതെങ്കിലും നിർണയത്തെ സംബന്ധിച്ച് സംശയം വന്നാൽ അവിടെ മറ്റൊരു താമ്പൂല പ്രശ്ന വിചാരം അല്ല ചെയ്യുക, മറിച്ച് ആ അഷ്ടമംഗല പ്രശ്ന വിചാരത്തിൽ ഉണ്ടായിരുന്ന ഗ്രഹസ്ഥിതിയെ അവലംബമാക്കിക്കൊണ്ട് വിശദമായ പരിചിന്തനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അതാണ് ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഒരു വിധാനം എന്നുള്ളത് പറയട്ടെ. വീടുകളിൽ ദീപം വെക്കുമ്പോൾ 2 തിരി കത്തിക്കുകയാണോ അതോ 5 തിരികൾ കത്തിക്കുകയാണോ ഉചിതം? എത്രയാണോ നിങ്ങൾ ഉചിതമായി കാണുന്നത് അത്ര കത്തിച്ചോളൂ. 2 ആണോ 2 കത്തിച്ചോളൂ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും. 1 ആണോ 1 കത്തിച്ചോളൂ. കേരളീയർ പൊതുവെ 1 കത്തിക്കാറില്ല. എന്നാൽ മധ്യ ഉത്തര ഭാരതത്തിലൊക്കെ 1 കത്തിക്കാറ്. ഇവിടെ അലങ്കാരത്തിനാണ് അനേകം കത്തിക്കുക, അല്ലാണ്ട് ജ്വലിപ്പിക്കുന്ന സാധാരണ ദീപം വയ്ക്കുമ്പോൾ 1 തിരിയാ വയ്ക്കുക. മധ്യ ഉത്തര ഭാരതത്തിലൊക്കെ ആരതിക്ക് അലങ്കാരത്തിന് ധാരാളം തിരി ഉണ്ടാവും. 2 ആണോ കിഴക്ക് പടിഞ്ഞാറ് വെച്ചോളൂ. 3 ആണോ 120 ഡിഗ്രിയിൽ വെച്ചോളൂ. 4 കണ്ടിട്ടില്ല, അറിയില്ല, വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. 5 ആണോ 4 ദിക്കിലേക്കും ഈശാന കോണിലേക്കും വെച്ചോളൂ. 7 ആണോ തുല്യ അളവിൽ വിഭജിച്ച് വെച്ചോളൂ. ഇനി അങ്ങോട്ട് 1000 ആണോ വെച്ചോളൂ. ഇത്ര പറയണില്ല, ശ്രദ്ധ ഉണ്ടാവുക. അന്ധകാരം നീങ്ങി എന്നിലും എൻ്റെ ഗൃഹത്തിലും പ്രകാശം പരക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക, അതേ വേണ്ടു. 5 തിരികളാണ് ഉചിതമെങ്കിൽ തിരികൾ കിഴക്ക് പടിഞ്ഞാറ് വെച്ച ശേഷം ബാക്കി 3 തിരികളുടെ യഥാർത്ഥ സ്ഥാനം എങ്ങനെയാണ് വേണ്ടത്? നേരത്തെ വ്യക്തമായി പറഞ്ഞു. ഓരോ ദിക്കിലേക്കും ഓരോന്ന്. 1 ഈശാന കോണിലേക്ക്. ഈശാന കോണെന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക്, കിഴക്കിൻ്റെയും വടക്കിൻ്റെയും മധ്യം. ഞങ്ങളുടെ തറവാട്ടുവക കളരിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല. വേണ്ട, പോണ്ട. അപ്പോൾ ചിദാനന്ദപുരി സ്വാമി എന്താ ചെയ്യുക? ആ തറവാട്ടുപെട്ട ആളായിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു കൂട്ടി സംസാരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ പണം സ്വീകരിക്കാറുണ്ട്, അതിന് കുഴപ്പമില്ല. പണ്ട് കാലം മുതലേ സ്ത്രീ പ്രവേശമില്ല, നല്ലത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും കയറി തൊഴാൻ ആഗ്രഹമുണ്ടെങ്കിലും ആരും തുറന്ന് ആവശ്യപ്പെടുന്നില്ല എന്നതാണ് സത്യം. ഇതല്ലേ കുഴപ്പം? തുറന്ന് അങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക, അല്ല ഒന്ന് പ്രവേശിപ്പിക്കുമെന്ന് ചോദിക്കുക. ഇല്ല എന്ന് പറഞ്ഞാൽ സന്തോഷം, പോണ്ട. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു കാര്യകാരണം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക. കാരണം ഈ സാഹചര്യം പഠിക്കാതെ, ഇതെവിടെയാണെന്ന് മനസ്സിലാക്കാതെ
അവിടുത്തെ ദേവതാ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാതെ, വിശേഷത എന്താണെന്ന് മനസ്സിലാക്കാതെ എന്നർത്ഥം. സാധാരണയായിട്ട് കളരിയിൽ നമ്മളെ കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഇന്നിന്ന ദേവതകളിന് കണക്കുണ്ട്, അതിന് സ്ഥാനങ്ങളുണ്ട്. അപ്പം അത്തരം കളരി ദേവതകളിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും ഒരു സങ്കല്പം ആ കളരിയിൽ ഉണ്ടോ എന്ന് പഠിക്കാതെ സ്ത്രീകളെ അവിടെ കയറ്റണം അല്ലെങ്കിൽ പുരുഷന്മാരെ അവിടെ കയറ്റണം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ് അവിടുത്തെ വിശേഷ സങ്കല്പം എന്ന് പഠിച്ചിട്ട് മാത്രമേ മറുപടി പറയാൻ പറ്റൂ, അല്ലാതെ പറ്റില്ല. നോക്കൂ, സന്യാസിമാര് ക്ഷേത്രോപാസകരല്ല, അതാ സത്യം. എന്നാൽ ഒരു സന്യാസി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഏറ്റവും മംഗളമായിട്ടാണ് ശാസ്ത്രം മാനിക്കുന്നത്. ഒരു സന്യാസി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭവ്യമാണ്, മംഗളമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച്. എന്നാൽ സന്യാസിയെ കയറ്റാത്ത ക്ഷേത്രമുണ്ട് കേരളത്തിൽ. ഞങ്ങളാരും പോണില്ല. കാഷ്ടകാലത്തിന് ഞങ്ങളാറ്റ കയറി പോയി കഴിഞ്ഞാൽ ശുദ്ധികലശം വേണം. കയറ്റൂല. കയറിപ്പോയാൽ എന്നൊരു പ്രശ്നം വരുന്നില്ല, കാരണം ഈ കാഷായ വസ്ത്രത്തോടു കൂടി കയറ്റില്ല. ചിലർ ചോദിക്കുക എവിടെയാന്ന്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മഹാക്ഷേത്രമാണ്. അപ്പോൾ ഒരു സ്വാമിജി നമ്മളോട് ചോദിച്ചിരുന്നു, അല്ല സ്വാമി നമുക്കൊന്ന് പോയാലോ? ഞാൻ ഇല്ല പൊല്ലാപ്പിന്. നമ്മൾ വേണ്ടാത്തടത്തേക്ക് എന്തിനാ പോണത്? വേണ്ട സ്ഥലത്ത് തന്നെ പോയി എത്തിപ്പെടാൻ പറ്റണില്ല. ക്ഷണിക്കുന്നിടത്തേക്ക് തന്നെ, വിളിക്കുന്നിടത്തേക്ക് തന്നെ 1000 സ്ഥലത്തേക്ക് വിളിച്ചാൽ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റണുള്ളൂ. കാരണം അത്രയല്ലേ നമുക്ക് സമയമുള്ളൂ, അത്ര തിരക്കിട്ട ജീവിതം. എന്നിട്ട് പിന്നെ വേണ്ടാത്തടത്തേക്ക് വലിഞ്ഞു കയറി പോകണോ? എന്തിനതിൻ്റെ ആവശ്യം? അപ്പോൾ സ്ത്രീകൾ പോകണ്ട, വേണ്ട. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയിക്കോളൂ. അവിടേക്ക് പുരുഷന്മാരെ കയറ്റണ്ട, അത് മതിയല്ലോ. ഇതൊന്നൊരു ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പം എന്താ കാര്യകാരണങ്ങൾ എന്നറിയണം. ഇതിന് ജ്യോത്സ്യന്മാരുടെ അഭിപ്രായമാണോ തേടേണ്ടത്? ജ്യോത്സ്യന്മാരുടെ അഭിപ്രായം അല്ല വേണ്ടത്. ആ തറവാട്ടിലുള്ള മുതിർന്നവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി ആ ക്ഷേത്രത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി, ആ തറവാടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ വലിയൊരു ദുരവസ്ഥ ഉണ്ട് കേട്ടോ. ഇത്തരം തറവാട്ട് ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യണത് അങ്ങനെയുള്ള തറവാട്ടുകാരല്ല. അതാ വലിയൊരു ദുരവസ്ഥ. തറവാട്ട് ക്ഷേത്രങ്ങളിൽ തറവാട് ഭരദേവതകളുടെ പൂജ ചെയ്യേണ്ടത് അതത് തറവാട്ടുപെട്ടവരാണ്. എന്നതൊക്കെ ശമ്പളത്തിന് ആളെ വെച്ചിരിക്കുക വേറെ. വലിയൊരു ദുരവസ്ഥയാണത്. ആ തറവാട്ടിൽ നിന്ന് ഒരാളെങ്കിലും അതിനു വേണ്ടി ഒന്ന് സജ്ജായിരുന്നെങ്കിൽ എത്ര മാറ്റം വരും എന്നറിയുക. അവരെ അത് വിളിച്ചുകൂട്ടി എന്നിട്ട് ചർച്ച ചെയ്യുക. എന്താണ് ഇതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് കയറാൻ വയ്യാത്തത് എന്ന് ചർച്ച ചെയ്യുക. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. വേദത്തിൽ തന്നെ ഒരു സന്ദർഭത്തിൽ വൈദിക ചർച്ച നടക്കുകയാണ്. അവിടെ ആ ചർച്ചയിൽ സ്ത്രീ പുരുഷാദി എല്ലാവരും ഒത്തൊരുമിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഘട്ടം എത്തിയപ്പോൾ ആചാര്യൻ പറയും, ഇവിടുന്ന് ഗർഭിണികളൊക്കെ ഒന്ന് ഇറങ്ങി പോണോട്ട് വന്നു. അപക്രാമന്തു ഗർഭിണ്യ. അപ്പോൾ ഗർഭിണികളൊക്കെ ഇറങ്ങിപ്പോവും. ചർച്ച തുടരും. ചർച്ച തുടർന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പറയും, ഇനി ഗർഭിണികളൊക്കെ വന്നോളൂ, തിരിച്ചു വന്നോളൂ. അപ്പം അതുവരെ നടത്തിയ ചർച്ചയുടെ ഭാഗം ഗർഭിണികൾ കേൾക്കേണ്ടതല്ല. കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ, കാരണം എന്ത് കേട്ടാലും ഒരു മാറ്റവും വരാത്ത മനസ്സുള്ളവർക്കൊരു പ്രശ്നവുമില്ല, അല്ലാതെ എന്തെങ്കിലും വ്യാകുലതയോ വിഷമങ്ങളോ വന്നാൽ അത് ആ കുട്ടിയെ, ഗർഭസ്ഥ ശിശുവെ, ഗർഭത്തെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യകാരണങ്ങളൊന്നും അറിയാതെ എല്ലായിടത്തും കയറി ചെല്ലാമെന്ന് വിചാരിക്കേണ്ട. എല്ലായിടത്തൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. അതിനാഗ്രഹിക്കുന്നതും ശരിയല്ല. ഒരു കാരണമില്ല വെച്ചാൽ വിലക്കാൻ അനുവദിക്കരുത്. അത് ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ അഭിപ്രായം പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് പറഞ്ഞാൽ ഈ ചിദാനന്ദപുരസ്വാമി മഹാപിന്തിരിപ്പനാണ്, സ്ത്രീ വിരോധിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ വരും എന്നറിയാം. എന്ത് വന്നാലും കുഴപ്പമില്ല, നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക പണ്ഡിതന്മാരെയാണോ സമീപിക്കേണ്ടത്? അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞാൽ തറവാട്ടുകാർ കേൾക്കുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല, സമീപിക്കണേ. പക്ഷേ വൈകാരികമായിട്ടല്ലാതെ വിവേകത്തോടു കൂടി സമീപിക്കുന്നവരായിരിക്കണം.
സ്വാമിജിയുടെ സുചിന്തിതമായ അഭിപ്രായം ആഗ്രഹിക്കുന്നു. ഈശ്വരന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷനും തുല്യമല്ലേ? ഈശ്വരന്റെ മുമ്പിൽ തുല്യാണ്. ഈശ്വരൻ തന്നെയാ തുല്യായിട്ടിരിക്കണത്. പക്ഷെ ദേവതകളുടെ മുമ്പിൽ തുല്യമല്ല. അതിനനുസരിച്ച വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതില്ല എന്ന് പറയാൻ വയ്യ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ മാനിക്കുന്നിടത്തിപ്പോൾ അത് പാലിക്കല്ലാണ്ട് വഴിയുണ്ടോ? ഒരാളുടെ ദൃഷ്ടി ഇപ്പോൾ ഒന്നിലോതും കരു അപരന്റെ കണക്കിനൂനമാകും. ഒരു മതത്തിൽ ഓതുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ മറ്റൊരാളുടെ കണക്കിൽ ഊനമാകും, കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. പക്ഷെ മറ്റൊരാളുടെ കണക്കിലല്ലല്ലോ അതിനെ വിലയിരുത്തേണ്ടത്. ഇത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്നിനെ കാര്യകാരണ സഹിതം മനസ്സിലാക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് അയുക്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കാനും പറ്റില്ല. അയുക്തമായി പറയുന്ന രീതികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു അഷ്ടമംഗല പ്രശ്നം നടക്കുകയാണ്. ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഒരു അഷ്ടമംഗല പ്രശ്ന വിചാരം നടക്കുന്നു. ആ പ്രശ്ന വിചാരത്തിൽ ഒരു സന്ദർഭം എത്തിയപ്പോൾ ഈ കുടുംബത്തിൻ്റെ ക്ഷയത്തിന് കാരണമായിട്ട് വലിയൊരു അധാർമിക പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട് എന്നുറപ്പിച്ചു. സംശയമില്ല, ഉണ്ട്. അപ്പം അതെന്താ എന്നുള്ളതായ ആലോചന. അത് ആലോചിച്ച് എത്തിയത് എന്താണെന്നറിയോ? ഈ വീട്ടിൽ സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്. അതാണ് വീടിൻ്റെ നാശത്തിന് കാരണമായത്. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ജ്യോത്സ്യർ നിർണയിച്ചു സ്ത്രീകൾ ലളിതാ സഹസ്രനാമം ജപിക്കരുത്. ഇതിപ്പോൾ എന്തുണ്ടായിന്നറിയോ? അവിടെ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ എന്തോ ഒരു അനർത്ഥം അവിടെ നടക്കുന്നുണ്ട്, ഉറപ്പാ. വയ്യാത്തതുണ്ട്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ക്ഷയം വന്നത്. ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. ആ കുട്ടി ചുമന്ന വസ്ത്രം ധരിച്ചിട്ടുള്ളത്. അപ്പൊ ചുമന്ന വസ്ത്രം ധരിച്ച പെൺകുട്ടി ഓടി വന്നപ്പോൾ ജ്യോത്സ്യർ നിമിത്തം കൊണ്ട് നിശ്ചയിച്ചു, എന്ത്? ലളിതാ സഹസ്രനാമം ജപിക്കുന്നതുകൊണ്ടാണ് ഈ അനർത്ഥം. അതല്ല കരഞ്ഞുകൊണ്ട് വന്നത്. ആ കുട്ടിക്കൊന്ന് ചിരിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഭഗവാനെ. ഏതായാലും ആ വീട്ടിലെ അമ്മമാർ ഉടനെ നമ്മളെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു, പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, നാളെയുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും കൂടി സംഘടിതമായിട്ട് നാളെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുക. ഒന്ന്, ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കപ്പെടുന്നത് ആണാണോ പെണ്ണാണോ? ചോദ്യം രണ്ട്, ലളിതാ സഹസ്രനാമം കണ്ടുപിടിച്ചത് ആരാണ്? ആണാണോ പെണ്ണാണോ? അത് മാത്രം ചോദിച്ചാൽ മതി. അപ്പൊ ലളിതാ സഹസ്രനാമത്തിൽ സ്തുതിക്കപ്പെടുന്നത് ലളിതാ പരമേശ്വരിയാണ്, പെണ്ണാണ്. ലളിതാ സഹസ്രനാമത്തെ കണ്ടുപിടിച്ചത് ഋഷിമാര്, വശിന്യാദി വാഗ്ദേവതാഹ ഋഷയ. അതും സ്ത്രീകളാവുന്നു. മേലിൽ പുരുഷന്മാർ ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞേക്ക്. ഒരൊറ്റ പുരുഷനും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല പറഞ്ഞേക്ക് ധൈര്യമായിട്ട്. ആര് പറഞ്ഞാൽ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞാന്ന് പറഞ്ഞോളൂ, ബാക്കി ഞാൻ ആയിക്കോളാം. അത് അംഗീകരിക്കാൻ പറ്റില്ല അവിടെ. കാരണം അത് ഒരു വിശേഷ സ്ഥാനത്തോട് ബന്ധപ്പെട്ട ആചരണമല്ല. നേരെ മറിച്ച് വിശേഷ സ്ഥാനത്തോട് ബന്ധപ്പെട്ട പലതും ഉണ്ടാവും. അവിടെ നമ്മൾ അത് മാനിക്കണം. അല്ലെങ്കിൽ ആ ദേവതാ ഭാവം മാറേണ്ടി വരും. എന്നാ ആചരണത്തിൽ മാറ്റം വരുത്താം, അല്ലാതെ പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ ക്ലാസ്സിൽ പോകുന്നത് കൊണ്ടോ ഏതെങ്കിലും പ്രത്യേക യോഗ ചെയ്യുന്നത് കൊണ്ടോ ഒരാൾ യോഗിയാകുമോ? അഥവാ ഒരാളെ എപ്പോഴാണ് നമുക്ക് യോഗി എന്ന് വിശേഷിപ്പിക്കാനാവുന്നത്? അതിന് 6-ാം അധ്യായം നല്ലപോലെ പഠിക്കുക. വ്യക്തമായ മറുപടി പറഞ്ഞു തരും. യോഗ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അയാൾ യോഗിയാന്ന് പറയാം. അതിൻ്റെ ഒരു യോഗയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോകാനുള്ളൊരു യോഗം. യോഗ ക്ലാസ്സിൽ പോകാനുള്ള യോഗമുള്ളത് കൊണ്ട് അയാൾ ഒരു യോഗി. നമ്മളൊക്കെ യോഗികളാണിപ്പോൾ. എന്താത്? ഇവിടെ 2 മണിക്കൂർ ഇരിക്കാനുള്ള യോഗം ഉള്ളതുകൊണ്ട് യോഗി. അത്രയേ ഉള്ളൂ, അല്ലാതെ യോഗി പറയാൻ വയ്യ. ശുദ്ധമായി ശ്രദ്ധയോടുകൂടി
അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ടോ, അയാൾ യോഗിയാണ്. അയാളുടെ ക്ലാസ് പോയി എന്നുള്ളത് കൊണ്ട് യോഗിയാവണില്ല. യോഗിയാവാം. നല്ലപോലെ ശ്രദ്ധയോടുകൂടി യോഗാസനങ്ങളെ ശീലിച്ചാൽ, ക്രമേണ പ്രാണായാമത്തിലേക്ക് പോയാൽ, ക്രമേണ പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികളെ പ്രാപിച്ചാൽ അയാൾക്ക് യോഗിയാവാം. യോഗ സമാധി ശ്രദ്ധിക്കുക. സമ്പ്രദായ ശുദ്ധിയോടെ എനിക്ക് മന്ത്രോപദേശം തന്ന എൻ്റെ ഗുരുനാഥൻ പിന്നീട് എനിക്ക് യോഗവും പഠിപ്പിക്കുകയുണ്ടായി. നന്നായി, സന്തോഷം, ഭാഗ്യം അല്ലേ? നല്ലത് തന്നെ. എന്നാൽ പിന്നീട് പലപ്പോഴും യോഗയിൽ നന്നായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മന്ത്രോപാസനയിൽ താല്പര്യക്കുറവുള്ളവനായോ ഉത്സാഹമില്ലാത്തവനായോ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണോ? ഈ മന്ത്രോപാസന യോഗമല്ലേ? മന്ത്രജപം ചെയ്യുക എന്നുള്ളത് യോഗമല്ലേ? അതെ, യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം എന്ന അർത്ഥം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ആസന പ്രാണായാമങ്ങൾ മാത്രമാണ് യോഗം എന്ന് ധരിച്ചു വശായവരുണ്ട്. യോഗം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനമാണ്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, ഹഠയോഗം, അങ്ങനെ എന്തെല്ലാം യോഗങ്ങളുണ്ട്. എല്ലാ അനുഷ്ഠാന ക്രമങ്ങളാണ്. അപ്പോൾ മന്ത്രോപാസന ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് യോഗമാണ്. സ്വാഭാവികമായി ഒന്ന് വർദ്ധിക്കുമ്പോൾ മറ്റൊന്ന് ചുരുങ്ങുന്നുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ ഉപേക്ഷിക്കരുത്. സൂക്ഷ്മതലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും. അത് സ്വാഭാവികമാണ്. ഏതൊരു ഉപാസനാ പദ്ധതിയിലും സാധകൻ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് സ്ഥൂലതലങ്ങൾ അപ്രസക്തമായി മാറും. ശ്രദ്ധിക്കുക. എൻ്റെ അലസത, മടി അങ്ങനെ വല്ലതും ആണോ? അത് അവനവൻ തന്നെ നിരൂപണം ചെയ്യണം. എൻ്റെ അലസത കൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിക്കണമെന്നുള്ളത് അവനവൻ തന്നെ നിരൂപണം ചെയ്യണം. വേറൊരു ആൾക്ക് പറയാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഈ ചോദിച്ച ആളെ കണ്ടിട്ടില്ല, നേരിട്ട് മുഖപരിചയമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരിട്ട് കണ്ടാലുണ്ടോ മനസ്സിലാവുന്നത്? അതുമില്ല. കുറച്ചൊന്ന് അടുത്ത് ഇടപഴകേണ്ടി വരും. എന്നാലേ മനസ്സിലാവുള്ളൂ കക്ഷി അലസതയുള്ള ആളാണോ അല്ലയോ എന്നൊക്കെ. ഇനി അങ്ങനെ കുറച്ചടുത്തൊക്കെ ഔപചാരികമായിട്ട് ഇടപഴകിയാലും മനസ്സിലാവില്ല. കാരണം അയാൾ കൃത്രിമമായിട്ട് ഒക്കെ പലതും കാണിച്ചു വരാം. കുറച്ചടുത്താണ്ട് മനസ്സിലാക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ കിട്ടിയത് നമ്മളൊന്ന് അല്പം വിസ്തരിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാവാം ഈ ആഴ്ച മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ ഈ സംശയത്തിന് ദയവ് ചെയ്ത് മറുപടി തരണമെന്ന് അപേക്ഷ. സംശയം ഇതാണ്: ലളിതാ സഹസ്രനാമ അർച്ചനയും സർവൈശ്വര്യ പൂജയും രണ്ടും രണ്ടാണോ എന്നതാണ്. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ 4 ദിവസം ലളിതാ സഹസ്രനാമ പാരായണവും 5-ാമത്തെ ദിവസം സർവൈശ്വര്യ പൂജയും ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. എന്നാൽ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ പറഞ്ഞു, സർവൈശ്വര്യ പൂജ ചെയ്യുന്നത് തന്ത്രിയോ തിരുമേനിയോ ഇവരുടെ സാന്നിധ്യത്തിൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ദോഷമുണ്ടാകുമെന്ന്. സർവൈശ്വര്യ പൂജയിൽ ലളിതാ സഹസ്രനാമം, ത്രിശതി, അഷ്ടോത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം ചൊല്ലിയല്ലേ അർച്ചന ചെയ്യുന്നത്? അവിടെ അർച്ചനയല്ലേ നടക്കുന്നത്? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഏതെങ്കിലും ഒരു ഐശ്വര്യപ്രദമായ മന്ത്രം ഒന്നിലേറെ പേര് ഇരുന്ന്, അപ്പോഴേ സർവശബ്ദം വരുള്ളൂ. സർവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടു കൂടി അർച്ചനാരൂപേണ ചെയ്താൽ അത് സർവൈശ്വര്യ അർച്ചനയാക്കും. ആ അർച്ചന പൂജയുടെ ഭാഗമായി ചെയ്യുമ്പോൾ അത് സർവൈശ്വര്യ പൂജയാക്കും. അപ്പൊ പൂജാവിധാനം അറിയുന്ന ഒരാള് ആ ദേവതാവിശേഷത്തെ പത്മത്തിലോ അഥവാ പീഠത്തിലോ അഥവാ ദീപത്തിലോ ആവാഹനം ചെയ്ത് അവിടെ ഉപചാരങ്ങളെ അർപ്പിച്ച് ആ ഉപചാര അർപ്പണത്തിൻ്റെ ഭാഗമായി
നാമം ചൊല്ലേണ്ടുന്ന സന്ദർഭം വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ചൊല്ലുന്നു. അത് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ആ പൂജ അറിയുന്ന ആള് അത് ഉപസംഹരിക്കുന്നു. ഈ രീതിയിലാണ് സർവൈശ്വര്യ പൂജ ചെയ്യേണ്ടത്. അത് കൂട്ടത്തിൽ ആർക്കും ആവാം, അറിയണം, പഠിക്കണം എന്ന് മാത്രം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ സർവൈശ്വര്യ അർച്ചനയായിട്ട് എടുക്കാം. ഇപ്പോൾ ലളിതാ സഹസ്രനാമായാലും കൊള്ളാം, അഷ്ടോത്തര ശത ആയാലും കൊള്ളാം, അല്ലെങ്കിൽ ത്രിശതി ആയാലും കൊള്ളാം. ഇന്നതെന്നില്ല. നമ്മുടെ മനസ്സിനെ ഈശ്വരീയമായ വൃത്തിയിലേക്ക് നയിക്കാൻ ഉപയുക്തമായ മാലാമന്ത്രങ്ങൾ ഏതെങ്കിലും ജപിച്ചുകൊണ്ട്, പുഷ്പമോ അക്ഷതമോ എന്തെങ്കിലും പത്രമോ ആ ദേവീപാദത്തിൽ അർപ്പിക്കുകയാണെന്ന ഭാവനയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചെയ്താൽ തീർച്ചയായിട്ടും അത് സാമൂഹികമായ ഒരു സർവൈശ്വര്യപ്രദമായ കർമ്മമായി മാറും. എല്ലാവർക്കും ചെയ്യാം, ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൂജാവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണ് ഉചിതം. പതിനാല് 1:25 വൈകുന്നേരം പ്രഭാഷണ വേളയിൽ ഇവിടെ മുതലക്കുളത്ത് മകരജ്യോതി ദർശന വേളയിൽ ഏതാണ്ട് ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായി. ഞാൻ താമസിക്കുന്ന നടക്കാവിലോ മറ്റു സമീപ പ്രദേശങ്ങളിലോ ആ സമയത്ത് അങ്ങനെ ഒരു ചാറ്റൽ മഴ ലഭിച്ചതായി കേട്ടില്ല. കോഴിക്കോട് സിറ്റി പ്രദേശങ്ങളിലും പെയ്തതായി അറിവില്ല. സന്തോഷം. മുൻ വർഷങ്ങളിലും സമാനമായ അനുഭവം ഇവിടെ ഉള്ളതായി ഓർക്കുന്നു. ഇത് തികച്ചും യാദൃച്ഛികമാണോ? അറിയില്ല. അതിനേക്കാൾ നേരം പോക്കുണ്ടായത് അതിൻ്റെ തലേ ദിവസമാണ്. പാളയത്ത് നല്ല മഴയാണ്, അപ്പുറത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്കും മഴയാണ്. പോണ വഴിക്കൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഒന്ന് വെള്ളം തെളിച്ച് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് അമ്മ പോയി. അത് നല്ലത് തന്നെ. അപ്പം അത് നല്ലത് നമുക്ക് സ്വീകരിച്ചൂടെ? അത്ര മതി. അതിലപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട. അതിലപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പിന്നെ കെട്ടുകഥകളൊക്കെ പലരും പലത് പറഞ്ഞുണ്ടാക്കും. പല കഥകളും വരും. അത്തരം കഥകൾ വന്നാൽ അത് വലിയ അപകടമാവും, ആശ്രമത്തിനും അപകടമാകും. പിന്നെ ദിവ്യ സങ്കേതമൊക്കെയായി മാറിപ്പോകും, അത്ഭുത സിദ്ധികളുള്ളവരാവും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ അത്ഭുത സിദ്ധിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ജീവിതം മുന്നോട്ട് പോയി. ഇപ്പോൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ട്, വലിയ സിദ്ധി ഇപ്പുണ്ട്, അത് കിടന്നാൽ അപ്പോൾ ഉറങ്ങുന്നുള്ളതാ, വേറെ സിദ്ധിയൊന്നുമില്ല. അതൊക്കെ ഇപ്പം ഇല്ലാണ്ടാവും. അതുകൊണ്ട് വേണ്ടാത്ത ഇനങ്ങളൊന്നും ആരും പറഞ്ഞ് ഉണ്ടാക്കണ്ട. ഇവിടെ ഒരു നേരം പോക്ക് പറഞ്ഞുതരാം. ഇത് കുറച്ചു കാലമായില്ലോ അവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഈ പ്രഭാഷണം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോവുക. അപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ പാട്ട് ഇങ്ങനെ റെക്കോർഡ് വെച്ചിട്ടുണ്ട്, കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ വേറൊരാളോട് പറയുക, നീ അദ്വൈതാശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല, പോണം എന്നുള്ള നല്ല അഭിപ്രായം തന്നെ കേട്ടോ. പക്ഷെ ഇയാൾ പറയണത് പോലെ പറയരുത്. പോണം. അതെന്താ പോണം? അത്ഭുതമാണ് അവിടെ. എന്താ അവിടെ അത്ഭുതം? അയ്യോ, അവിടെ ആര് വന്നാലും ഈ സ്വാമി ആദ്യം പറയുക, പോയി വെള്ളം കുടിക്കൂ, ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് വർത്താനം പറയാമെന്നാ ആദ്യം അതാ പറയുക. അത് നല്ലതന്നെ, അത് സത്യമാട്ടുമോ? അതിലും കള്ളത്തരമൊന്നുമില്ല. ഇനി പറയാൻ പോണതാ കള്ളം. അവിടെ ആകെ കൂടെ ചെറിയൊരു പാത്രമേ ഉള്ളൂ. 1000 ആള് വന്നാലും ഭക്ഷണം കൊടുക്കുന്നേ. അത്ഭുതമാണ്, ബാല്യസിദ്ധനാണ് ഇയാള്. നല്ല കാലത്തിന് എന്തോ ഒരു പൂർവ്വപുണ്യം എനിക്കുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് ആശ്രമമായിട്ട് വളരെ ബന്ധപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ആശ്രമത്തിൻ്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഇത് കേൾക്കാനിടയായി. അത് വെച്ചാൽ എന്താ നിങ്ങൾ പറഞ്ഞത്? അല്ല, ആശ്രമത്തിൻ്റെ അത്ഭുതം പറയുകയാണ്. എന്തത്ഭുതം? അവിടെ കുറേ പാത്രങ്ങളുണ്ട്, വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നിത്യം മാത്രം വലിയ പാത്രം എടുക്കാറില്ല, പക്ഷെ മാസത്തിൽ വേദാന്ത ക്ലാസ്സിനൊക്കെ വലിയ പാത്രം എടുക്കും. പിന്നെ ധാരാളം ആൾക്കാർ വരണമെന്ന് വലിയ പാത്രങ്ങളൊക്കെ എടുക്കും. അങ്ങനെയൊന്നല്ല, അവിടെ ചെറിയൊരു ഇതേ ഉള്ളൂ. നിങ്ങൾക്കറിയോ? എനിക്കറിയാന്നേ, ഞാൻ അവിടുത്തെ ആളാ. ഈ കക്ഷി മെല്ലെ ഊർന്ന് എങ്ങോട്ടാ പോയി എന്നറിയില്ല. ഇങ്ങനെയാ കഥകൾ മെനഞ്ഞുണ്ടാക്കുക. അങ്ങനെ കഥകളായി, പിന്നെ സിദ്ധിയുടെ കഥകളായി, പിന്നെ മറ്റേ കഥകളായി, മറിച്ചേ കഥകളായി, അവസാനം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇത്രയും മനസ്സിലാക്കണ്ടു, സമഷ്ടി സങ്കല്പത്തിന് അനുകൂലമായൊരു പ്രവൃത്തി നമ്മൾ നടത്തുക എന്ന് തീരുമാനിക്കുക. പെരുമഴ പെയ്തു, നിർത്തി വെക്കേണ്ടി വന്നു, എന്നാലെന്താ കുഴപ്പം? മഴ വേണ്ടേ? അപ്പം നിർത്തി വെക്കണം. അപ്പോഴും സന്തോഷം വേണം. അയ്യേ പ്രഭാഷണം മുടങ്ങിയില്ലേ തോന്നരുത്, പിറ്റേന്ന് ചെയ്യാലോ. ഏത് സാഹചര്യം വന്നാലും അതിനെ സമചിത്തതയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ കേമാവും, അപ്പുറത്ത് മഴ പെയ്തു ഇവിടെ ഞങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കാൻ പറ്റി, മഴ ഉണ്ടായില്ല. പിന്നുണ്ടല്ലോ പിറ്റേന്ന് നല്ല ചാറൽ മഴ, നല്ലൊരു സുഖമായിരുന്നു കേട്ടോ എന്നൊക്കെ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം. അതൊക്കെ പ്രകൃതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അത് വല്ലാണ്ട് സംഭവിക്കുന്നുണ്ടാവും, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണില്ല. ഇത് നമ്മളിവിടെ ഒത്തുകൂടിയോണ്ട് അങ്ങനെ ശ്രദ്ധിച്ചത്. ഇപ്പം മഴയൊക്കെ വാർഡ് കണക്കിനൊക്കെ കൊടുക്കണ്ടേ ഇല്ലേ? പെരുമഴയൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാൽ വാർഡിൽ മഴ, അപ്പുറത്തെ വാർഡിലില്ല. അപ്പം അതൊക്കെ ആ പഞ്ചായത്ത് മെമ്പറുടെ കേമത്താൽ എന്താ കഥ അങ്ങനെയൊക്കെ പറയണത്? അങ്ങനെയൊന്നുമില്ല. ശരി, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്ന് വിശദമായി പറയാമെന്ന് പറഞ്ഞിരുന്നു. അല്പം ആശ്രമത്തെ ഒന്ന് പരിചയപ്പെടുത്താം. മറ്റൊന്ന്, ഇതിൽ മറ്റൊരു കടലാസ് കോഴിക്കോട് സർവകലാശാലയിലെ സനാതനധർമ്മ പീഠത്തെക്കുറിച്ച് പറയാനാണ്. ഈ രണ്ടും അല്പഭാഷയിൽ പറയുമ്പോൾ നമ്മുടെ സമയം നാവും. കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്ന സുഗ്രാമത്തിലാണ് അദ്വൈതാശ്രമം സ്ഥാപിതമാവുന്നത്. ആ ഗ്രാമത്തിനൊരു വിശേഷമുണ്ട്. അത് എത്രയോ മഹിമയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ഗ്രാമമാണ്. ഇതൊരു ഊഹ ഭാഷയിൽ പറയല്ല, മറിച്ച് കൊളത്തൂരിൻ്റെ കേന്ദ്രസ്ഥാനം കൊളത്തൂർ ക്ഷേത്രമാണ്. കൊളത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം, കൊളത്തൂരപ്പൻ എന്നാണ് പ്രസിദ്ധൻ. അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വലിയൊരു ശിലാലിഖിതമുണ്ട്. നിങ്ങളെല്ലാവരും വരണം, കാണണം. ആ ശിലാലിഖിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രൊഫസർ ഡോക്ടർ MGS നാരായണൻജി, പ്രൊഫസർ ഡോക്ടർ MR രാഘവാര്യർ, അന്ന് ഡോക്ടർ രാഘവാര്യർ MGS നാരായണൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിതിനെപ്പറ്റി മനസ്സിലാക്കി വിശദമായി പ്രഗത്ഭന്മാരുടെ ഒരു സംഘം പഠനം നടത്തി. അതിൽ ഇന്നേക്ക് 1100ഓളം വർഷത്തിന് മുമ്പ്, ആ സമയത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് വേണാട്ടടികൾ അവിടെ സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്ത വിവരമാണ് വട്ടെഴുത്തിൽ ഉള്ളത്. അപ്പോൾ സമുദ്ര മാർഗേണ പോയാൽ പോലും 300-ലേറെ കിലോമീറ്റർ ദൂരമുള്ള വേണാട്ടിലെ രാജാവ് ഇവിടെ വന്ന് വഴിപാട് ചെയ്യണമെങ്കിൽ അക്കാലത്ത് എത്ര പ്രസിദ്ധമായിരിക്കണം? അത്ര പ്രസിദ്ധമാകണമെങ്കിൽ എത്ര വൈദിക മഹിമ ഉണ്ടായിരിക്കണം? അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. എത്ര മഹാപുരുഷന്മാർ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, എത്ര വേദപാരായണങ്ങളും വേദപഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ഒക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ മനസ്സിലാവും. ഏതായാലും കാലാന്തരത്തിൽ അതൊക്കെ ലുപ്തമായി ക്ഷേത്രം തന്നെ തകർന്നു, ക്ഷയിച്ചു, തീർത്തും ജീർണിതമായി. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആഗമനം ഉണ്ടായി. നമ്മുടെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വളരെയധികം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് കാരണക്കാരനായിരുന്ന കൈലാസാനന്ദ സ്വാമികളാണ് അവിടെ ആദ്യം എത്തിയത്.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര നവീകരണം ആരംഭിച്ചു. പിന്നീട് മറ്റൊരു മഹാത്മാവ് വന്നു. ഈ കൈലാസാനന്ദ സ്വാമികളുടെ ശൈലി, ഒരു സ്ഥലത്ത് വന്ന് ഒച്ചത്തിൽ നാമം ജപിക്കും, ജനങ്ങൾ ഒത്തുകൂടി ആ ക്ഷേത്രം നവീകരിക്കേണ്ടതിനെ കുറിച്ചൊരു സങ്കല്പം സമൂഹത്തിന് നൽകും. സമൂഹം അത് ഏറ്റെടുത്ത് സ്ഥലം വിടും, വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെ ഇത് തന്നെ ചെയ്യും, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. തിരുവങ്ങൂര് നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രം, അത് കഴിഞ്ഞ് തോരായി ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടുന്നാണ് അദ്ദേഹം കൊളത്തൂരിലേക്ക് എത്തുന്നത്. അവിടുന്ന് പിന്നെ നന്മണ്ട നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിലേക്ക്, തളി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. അനന്തരം 1966 നമ്മുടെ വടക്കൻ കേരളത്തിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ഗുരുവരാനന്ദ സ്വാമികൾ എത്തിപ്പെട്ടു. ഗുരുവരാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നവീകരണവും നാടിൻ്റെ പുനരുദ്ധാരണവും നടന്നത്. ആ നാട്ടിലേക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങളൊക്കെ സ്വാമിജി ഒരുക്കി വെച്ചു. ജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടി ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ മഹാപുരുഷൻ അതെല്ലാം ചെയ്തു. 1981 അദ്ദേഹത്തിൻ്റെ ശരീരം ശാന്തമായി. നമ്മൾ അവിടെ എതിർച്ചയ എത്തിപ്പെടുന്നത് 1990 90 ജൂലൈ മാസത്തിൽ. അങ്ങനെ അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് താമസിച്ചു പോന്നു. ആ സമയത്താണ് കൊളത്തൂരിൽ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ സഹയോഗം ചെയ്തിരുന്ന ശ്രീ മംഗലശ്ശേരി നാരായണസ്വാമി എന്നുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തി, അദ്ദേഹം സാമ്പ്രദായികമായി ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി ഒരു സ്ഥലം സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് 1992 സാമ്പ്രദായികമായി ആശ്രമം നടത്താൻ വേണ്ടി അവിടെ അദ്വൈതാശ്രമം ശ്രീ വല്ലോറക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മംഗലശ്ശേരി നാരായണസ്വാമിയെ ഓർമ്മിക്കുകയാണ്. ആ മഹാത്മാവിൻ്റെ വലിയൊരു വീക്ഷണം, വലിയൊരു സങ്കല്പം, അതിനെ നമിക്കുകയാണ്. ആ വർഷം തൊട്ട് ആധ്യാത്മിക അന്തര്യോഗങ്ങൾ, വേദാന്ത ക്ലാസ്സുകൾ ഒക്കെ ആരംഭിച്ചു. അങ്ങനെ തുടർന്നു പോരുന്നു. ഇപ്പോഴും എല്ലാ മാസവും അവസാന ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദാന്ത ക്ലാസ് ഉണ്ട്. ഡിസംബർ 23 മുതൽ ഒരാഴ്ചക്കാലം ആധ്യാത്മിക അന്തര്യോഗമുണ്ട്. ഗുരുപൂർണിമ മുതൽ 8 ദിവസം ഉപനിഷത്ത് വിചാരസത്രമുണ്ട്. നവരാത്രിക്ക് പ്രഥമ ഉദയം മുതൽ ദശമി ഉദയം വരെ അഖണ്ഡ നാമജപ യജ്ഞമുണ്ട്. എല്ലാ അമാവാസിക്കും പൗർണമാസിക്കും ഉദയം മുതൽ അസ്തമയം വരെ നാമജപമുണ്ട്. സഹസ്രനാമ ജപം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇവ മാറി മാറി ജപിക്കും. ഇത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ദീർഘകാല വേദാന്ത പഠന പദ്ധതികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പഠനം നടക്കുന്ന കാലമാണ്. ഒരു 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പദ്ധതിയാണ്. ഇപ്പോൾ വ്യാകരണമാണ് പഠിക്കുന്നത്. വ്യാകരണം കഴിഞ്ഞാൽ വേദാന്തത്തിലേക്ക് പോകും. അങ്ങനെ ആശ്രമ പ്രവർത്തനം വേദാന്തത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് കുറച്ചുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന അനിവാര്യത, വർത്തമാനകാലത്തെ നിയമങ്ങളുടെയും മറ്റും പല പ്രായോഗികതകളെല്ലാം കണക്കിലെടുത്ത് ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നത്. അതാണ് ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്വാമി ചിദാനന്ദപുരിയാണ് അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി. ആശ്രമത്തിൽ അവിടെ ദീക്ഷ സ്വീകരിച്ച 11 പേര് സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. 8 പേര് ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. ആ കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ളത് സ്വാമിനി ശിവാനന്ദപുരിയാണ്. സ്വാമിനി ശിവാനന്ദപുരിയാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്.
അതുപോലെ സ്വാമി സത്യാനന്ദപുരി അതിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നു. അദ്വൈതാശ്രമത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അതിൻ്റെ അംഗങ്ങളാണ്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ലീഗൽ ഫോം. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ പല സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. കൊളത്തൂരിൽ പ്രധാനമായിട്ട് ശ്രീ ശങ്കര വിദ്യാമന്ദിരം. നമുക്കിതുവരെ CBSEക്ക് പോകാനുള്ള ഗവൺമെൻറ്റിൻ്റെ NOC കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും NIOSൻ്റെ സ്കീം അനുസരിച്ചാണ് പോണത്. പക്ഷെ ജനവിശ്വാസം കൊണ്ട് ധാരാളം മക്കൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ ഉള്ളത്. 480ഓളം മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. നല്ല നിലയ്ക്ക് അത് പോകുന്നു. പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ആരോരും നോക്കാനില്ലാത്ത, സമൂഹത്തിൻ്റെ ശ്രദ്ധ അർഹിക്കുന്ന, നമ്മുടെ വളരെ പ്രായമുള്ള മുത്തശ്ശന്മാർക്ക് വേണ്ടി ഒരു കേന്ദ്രമുണ്ട്, ശ്രീ ശങ്കര വൃദ്ധസേവാ കേന്ദ്രം. അവിടെ ഇപ്പോൾ 15 പേരാണ് താമസിക്കുന്ന. 15 പേർക്കാണ് അവിടെ അംഗീകാരമുള്ളത്. ഉടനടി അത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിവസവും ആൾക്കാർ വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾക്കൊരു ചാൻസ് തരണേ, ഒന്ന് ഇടം തരണേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നിയമം പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ വയ്യ. അതിൻ്റെ ഒരു നിലയുടെ പണി പൂർത്തിയാക്കിയാൽ ഇപ്പോൾ 15 എന്നുള്ളത് ഒരു 40 പേര് അനായാസേന താമസിക്കുന്ന സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെയും മനസ്സുണ്ടായാൽ സുഖമായിട്ട് സാധിക്കും. പിന്നെ അവിടെ ആശ്രമത്തോടനുബന്ധിച്ചുള്ള അന്നക്ഷേത്രം, ഭക്തനിവാസ് എല്ലാം ഉണ്ട്. ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുറേ വേദാന്ത പഠന കേന്ദ്രങ്ങളുണ്ട് ആശ്രമങ്ങളായിട്ട്. തിരുവനന്തപുരത്ത് തപോവനാശ്രമം ഇടയ്ക്കോടാണ്, പ്രാവച്ചമ്പലം അടുത്ത്. കൊല്ലത്ത് ശക്തിപാദ അദ്വൈതാശ്രമം കുഴിയം തെക്ക്. പാലക്കാട് മാത്തൂർ പഞ്ചായത്തിൽ ശ്രീ ശങ്കര അദ്വൈതാശ്രമം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അടുത്ത് കൊടശ്ശേരി ശ്രീ ശങ്കര സേവാശ്രമം. വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നരനാരായണ അദ്വൈതാശ്രമം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമം. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ശ്രീ ശങ്കരം സനാതന പഠന കേന്ദ്രം. കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കുനിയിൽക്കാവ് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ 700 മീറ്ററേ ഉള്ളൂ, ശ്രീ ശാരദ അദ്വൈതാശ്രമം. മുമ്പ് ശാരദാ മഠമായിരുന്നു. ശാരദാ മഠം ട്രസ്റ്റിന് സമർപ്പിച്ചതാണ്. അതുപോലെ ഇവിടെ മാത്തറയിൽ ശാന്തിസുധ സേവാശ്രമം. നടുവണ്ണൂർ ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലത്ത് സദ്ഗുരു നിത്യാനന്ദ ആശ്രമം. ഇത്രയുമാണ് കേരളത്തിൽ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ. ഇതിന് പുറമെ നമ്മുടെ ഗുരുസ്ഥാനമെന്ന് പറയാവുന്ന മാധവാനന്ദ ആശ്രമം ഗുജറാത്തിൽ മെഹമ്മദാബാദ് ഖേഡ ജില്ലയിൽ, അതും ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. ഇത്രയും പ്രവർത്തനങ്ങൾ ഒത്തൊരുമിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ക്ലാസ്സുകളുണ്ട്, മാസ ക്ലാസ്സുകളുണ്ട്, കുട്ടികൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, മുതിർന്നവർക്കുള്ളതുണ്ട്. അതുപോലെ ആശ്രമത്തിൽ നിന്ന് പ്രതിമാസം അദ്വൈതാശ്രമം സത്സംഗം എന്ന മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വേദാന്തം, ധർമ്മശാസ്ത്രം, സംസ്കൃത ഭാഷ, കുട്ടികൾക്കുള്ള ധർമ്മപ്രബോധനം, വർത്തമാനകാലീന ഹൈന്ദവ സ്ഥിതി എല്ലാം വ്യക്തമായി നിർഭയം എഴുതുന്ന ഒരു മാസികയാണ്. അതിൻ്റെ വരിക്കാരും പ്രചാരകരും ഒക്കെ ആവണം നിങ്ങളെല്ലാവരും എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. നല്ലതാണ്. അതുകൂടാതെ ഒരു 60-ലധികം പുസ്തകങ്ങൾ അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ലിസ്റ്റൊന്നും ഇപ്പോൾ പറയാൻ പോണില്ല.
അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കുറച്ചെണ്ണമൊക്കെ സ്റ്റോക്കുണ്ട്, പലതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഈ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഇതിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടുന്ന ചിലത് മാത്രം സൂചിപ്പിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഹൈന്ദവ സമൂഹത്തിൽ ധാരാളം സേവാപ്രവർത്തനം നടക്കുന്നുണ്ട്, വളരെയധികം. ഒന്നുമില്ലായിരുന്നു കുറച്ച് ദശകങ്ങൾക്ക് മുമ്പ്. എങ്കിലും പൊതുവെ കിടപ്പ് രോഗികൾക്ക് ഒന്ന് ശാന്തമായി മരിക്കാൻ, നാമം ജപിച്ച് മരിക്കാനുള്ള, ജീവിക്കാൻ എന്ന് പറയുന്നില്ല, കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തവരാണ്, ഇനി ശേഷിക്കുന്ന കാലം സമാധാനമായിട്ട് ജീവിക്കാൻ, നമ്മുടെയൊക്കെ അവസാന സ്ഥിതി അത് തന്നെയാണല്ലോ. വേണ്ടതായ കേന്ദ്രങ്ങളില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് വളരെ വലിയൊരു ന്യൂനതയായി തന്നെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു പാലിയേറ്റീവ് സേവാ കേന്ദ്രം, മൊബൈൽ പാലിയേറ്റീവ് സേവാ കേന്ദ്രമല്ല, താമസിപ്പിച്ചൊരു 50 പേർക്കെങ്കിലും താമസിക്കാവുന്ന ഒരു സേവാകേന്ദ്രം ആരംഭിക്കണം എന്ന് സങ്കല്പിച്ചിട്ട് കാലം കുറേയായി. പക്ഷേ ആശ്രമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അടുത്താൽ മനസ്സിലാവും, കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയം കൊണ്ടാണ് അതൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും അനിവാര്യത വർദ്ധിച്ച് വരികയാണ്. അത്രയധികം ക്ലേശങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ ഏത് മഹാകാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അത് സൂചിപ്പിക്കുന്നു. വേറെയും പണികൾ കുറേ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണില്ല. വിദ്യാലയത്തിൻ്റെ വികസനം അടിയന്തരമാണ്. എങ്കിലും എല്ലാം ഭംഗിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്, എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട്. പ്രത്യേകിച്ച് പുറമേന്ന് വന്നവർ, അവിടെയുള്ളവരെന്ന വ്യത്യാസമില്ലാതെ കൊളത്തൂരിലെ സജ്ജനങ്ങളുടെ ഒക്കെ ചർച്ച കൊണ്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ആശ്രമത്തെക്കുറിച്ച് അല്പം പറയാൻ. വിസ്തരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, അപ്പോൾ സമയമൊക്കെ പോകും. ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് സർവകലാശാലയിൽ സനാതന ധർമ്മ പീഠം സ്ഥാപിക്കപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ ചേലേമ്പ്രയ്ക്ക് അടുത്ത് കുളക്കാട്ടുചാലി എന്നുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു പ്രഭാഷണ പരമ്പരയ്ക്ക് പോയ സമയത്ത് അവിടെ ഹൈന്ദവ കാര്യങ്ങളിലെല്ലാം വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു 3-4 പേര്, അവരിൽ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് നമുക്കൊരു ഹിന്ദു ചെയർ സ്ഥാപിച്ചുകൂടാ എന്നുള്ളൊരാശയം മുന്നോട്ട് വെച്ചു. ചർച്ചകളായി. 2003 അത്. അന്ന് പരിശ്രമം ആരംഭിച്ചു. വളരെ ത്യാഗപൂർണങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ശേഷം 2005 സനാതന ധർമ്മപീഠം യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒരു മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക് ഒരു കടലാസ് നീങ്ങാൻ 6 മാസമൊക്കെ പിടിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ മുകളിലുള്ള കടലാസ് അടിയിലേക്ക് ആവുക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അക്കാലത്ത് സിക്കന്ദർ ഭക്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉചിതമായ ഇടപെടലിനെ തുടർന്ന് യൂണിവേഴ്സിറ്റിയിൽ സനാതനധർമ്മ പീഠം സ്ഥാപിക്കപ്പെട്ടു. അവിടെ സ്ഥിരമായി സത്സംഗങ്ങൾ, ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. 2005 മുതൽ 2020 വരെ അതിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ഉത്തരവാദിത്വം നോക്കി. 2020 മുതൽ കോഴിക്കോട് തന്നെയുള്ള പ്രൊഫസർ ഡോക്ടർ ശ്രീകുമാറാണ് നോക്കുന്നത്. നമ്മുടെ ഭാരതീയ
വൈജ്ഞാനിക ശാഖകളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു മഹാനാണ് ശ്രീ കൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഒന്ന് വാങ്ങി വായിക്കേണ്ടതാണ്. രസതന്ത്രം, ഊർജതന്ത്രം, മനഃശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങൾ, ഗണിതശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിൽ ഭാരതത്തിൻ്റെ സംഭാവനകളെ പ്രമാണസഹിതം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സുപുത്രനാണ് ഇപ്പോൾ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാ ചെയറുകൾക്കും ഉള്ളതുപോലെ നമുക്കും ഒരു സ്ഥിരം, ഇപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി അനുവദിച്ചൊരു ഹാളുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ തന്നെ സ്വന്തം കെട്ടിടങ്ങൾ ഉള്ളതുപോലെ നമുക്കും കെട്ടിടം വേണമെന്നുള്ള സങ്കല്പം ഉണ്ടായി. അപേക്ഷ കൊടുത്തു. പക്ഷേ അപേക്ഷ 10-12 വർഷത്തോളം തട്ടിക്കളിച്ചു. ഒരു തരത്തിലും അനുവദിക്കാതിരിക്കാനാവുന്നതൊക്കെ നോക്കി. എന്നാൽ അത് വളരെയധികം അവഹേളനങ്ങളും പലതും നടന്നു. ഒന്നിപ്പോൾ അവിടെ വിസ്തരിച്ച് പറയണില്ല. മറ്റെല്ലാ ചെയറിനും അനുവദിച്ചു, നമുക്ക് മാത്രം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള മട്ടിൽ പല കളികളും നാടകങ്ങളും കളിച്ചു. കമ്മിറ്റി, ആ കമ്മിറ്റിയെ നിയോഗിക്കുക, അതിൻ്റെ റിപ്പോർട്ട് കഴിച്ചാൽ വേറൊന്നിനെ നിയോഗിക്കുക, അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്നാൽ അവസാനം ഇപ്പോൾ അതെല്ലാം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതുപോലെ സത്യത്തിനും ധർമ്മത്തിനും അനുസരിച്ച് കാര്യം നടക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അത് കെട്ടിടം വയ്ക്കാൻ സ്ഥലം അനുവദിച്ചു. കെട്ടിടത്തിൻ്റെ പ്ലാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഒട്ടും വൈകാതെ അത് അംഗീകരിച്ച് കിട്ടും. അത് അംഗീകരിച്ച് കിട്ടിയാൽ നമ്മുടെ സമൂഹത്തിന് തന്നെ വളരെ അഭിമാനകരമാകുന്ന രീതിയിൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചേ മതിയാവും. ഭാവിയിലെ യുവസമൂഹത്തോട്, ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു കടമ നിർവഹിക്കലായിരിക്കും അത്. അതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക. നമ്മളൊക്കെ ഇന്ന് ജനിച്ച് നാളെ മരിച്ചു പോകേണ്ടവരാണ്. നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി മാർഗദർശകമാകുന്ന എന്തെങ്കിലും ചില അടയാളപ്പെടുത്തലുകൾ ചെയ്തു പോയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഇനി പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഇത്രയും ദിവസം കേട്ടതൊക്കെ ഒന്നുമില്ലാണ്ടാവും. ചിദാനന്ദപുരസ്വാമി ക്രൂരനാണ്, ദുഷ്ടനാണെന്നൊക്കെ നിങ്ങളുടെ വക കമൻ്റ് ഉണ്ടാവും. ഒരു വിരോധവും ഇല്ല. നിങ്ങളെ സ്വത്ത് മുഴുവൻ കുട്ടിയൊക്കെ കൊടുക്കരുതേ എന്ന് പറയും. ഉറപ്പാണ്. അങ്ങനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻ്റ് ഇതായിരിക്കും, ഇയാൾ മഹാദുഷ്ടനാട്ടുക. ദുഷ്ടനായിട്ടല്ല പറയണത്. പടർന്ന് പന്തലിച്ച വൃക്ഷത്തിൻ്റെ അടിയിൽ ഏതെങ്കിലും മരം വളർന്നത് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ മറ്റൊരു വൃക്ഷം വളർന്ന് പടർന്ന് പന്തലിച്ചത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല, സാധ്യമല്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. മതി, കഴിഞ്ഞു. ബാക്കി സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സമ്പത്ത് സമാജത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് വേണ്ടത്. അദ്വൈതാശ്രമത്തിന് തരാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരിക്കലും പറയണില്ല. എന്ത് പ്രവർത്തനമാണോ സമാജത്തിന് വേണ്ടി, 10 പേരുടെ കണ്ണീരൊപ്പാൻ, 10 പേർക്ക് വിശപ്പ് മാറ്റാൻ, 10 പേർക്ക് ദാഹം മാറ്റാൻ നമ്മളാൽ എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാം. കൃതാർത്ഥത ഉണ്ടാവും. നമ്മുടെ കുട്ടികളും വലിയൊരു മാതൃക കണ്ട് സേവനപരതയോടുകൂടി വളരും. അല്ലാതെ സ്വത്തൊക്കെ മക്കൾക്ക് കൊടുത്താൽ അവരൊന്നിനും കൊള്ളാണ്ട് കഴിവ് കെട്ടവരായി മാറും. ഈ പറഞ്ഞതിൽ ഒരു സംശയമില്ല. നിങ്ങൾ എന്ത് തെറി വിളിച്ചാലും ഒരു വിരോധവും ഇല്ല. കാരണം മലയാളത്തിലെ എല്ലാ തെറിവാക്കും അറിയുന്ന ആളാണ് ചിദാനന്ദപുരസ്വാമി. എനിക്കറിയാത്ത തെറിവാക്കൊന്നുമില്ല. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതിന്. ഒരു സ്ഥലത്ത് തളയ്ക്കപ്പെട്ട്, ഒരു ഗ്രാമത്തിൽ തളയ്ക്കപ്പെട്ട് ചങ്ങല കൊണ്ടല്ല,
ഒരു വീട് 10-600 പേര് അങ്ങോട്ട് വളഞ്ഞ് അവിടെ ബന്ദിയാക്കി മുഖത്ത് നോക്കി 4.25 മണിക്കൂർ നേരം ഒരാൾ ക്ഷീണിക്കുമ്പോൾ അയാൾ മാറുക, വേറൊരാൾ വന്ന് തെറി പറയുക, അയാൾ ക്ഷീണിക്കുമ്പോൾ മാറുക, വേറൊരാൾ വന്ന് തെറി പറയുക. ഇങ്ങനെ 4.25 മണിക്കൂർ കേട്ടത് കൊണ്ട് എനിക്ക് വലിയൊരു ഗുണമുണ്ടായി. കാരണം അതൊന്നും എനിക്ക് അറിയാത്ത വാക്കുകളായിരുന്നു. കാരണം അതൊന്നും ശീലിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല വളർന്നപ്പോൾ. അപ്പോൾ അത് കുറച്ചൊരു ന്യൂനത ഉണ്ടായിരുന്നു. ആ ന്യൂനതയൊക്കെ മാറി എല്ലാം കേട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വിളിച്ചാലും ഒരു പ്രശ്നമില്ല, സന്തോഷമായിട്ട് കേൾക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ പറയാനുള്ളത് ആവർത്തിച്ച് പറയും. നാളെ കാറ്റ് പോണതിന് മുമ്പ് സമാജത്തിന് വേണ്ടി വല്ലതും ചെയ്യാം. വിശക്കണവർക്ക്, രോഗികൾക്ക്, കിടപ്പിലായവർക്ക്, അറിവില്ലാത്തവർക്ക്, നമ്മളാൽ കഴിയുന്ന ഒരു കൈത്താങ്ങ് വേണ്ടവർക്ക് അത് നൽകുന്ന പ്രവർത്തനം ചെയ്യുക. എന്നാൽ ജീവിതം ധന്യമാകും, കൃതാർത്ഥാകും, ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ അദ്വൈതാശ്രമത്തിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണോ കണ്ടറിഞ്ഞ്, എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ നമ്മുടെ സേവനമെത്തുക. അതാണ് പറയാനുള്ളത്. ഏതായാലും വളരെ സന്തോഷം. നമ്മൾ കഴിഞ്ഞ 7 സന്ധ്യകളിൽ ഒത്തുചേർന്നു. 1 മണിക്കൂർ വീതം ഏകദേശം, കൃത്യമല്ല, ഗീത 5-ാം അധ്യായവും എൻ്റെ കുറച്ച് ഭാഗവും 6-ാം അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗവും ശ്രദ്ധിച്ചു. കുറേ സംശയങ്ങളുടെ കടലാസ് ഉണ്ടായിട്ടുണ്ട്. അത് കുറേ കടലാസ് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കുറേ ഉണ്ട് ഇവിടെ കടലാസ്. ഒരു 5-6 ദിവസം ഇരിക്കേണ്ടി വരും, അത്രയ്ക്ക് അധികം ഉണ്ട്. അപ്പോൾ ഒരു 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 കച്ചവടക്കാരനുണ്ടല്ലോ നമ്മളെ ഉള്ളിൽ, അയാൾ പറയുകയാണ് ഇതിനുള്ള ഉത്തരങ്ങൾ അദ്വൈതാശ്രമം സത്സംഗത്തിൽ എഴുതുന്നതാണ്. അത് ചില പുസ്തകത്തിലുള്ള ഈ വിഷയം ഇതേ ലേഖകൻ്റെ ഇന്ന ലേഖനം വായിച്ചു നോക്കണം. അതെന്താ വേറെ ആരെങ്കിലും എഴുതിയ വായിച്ചാൽ പോരെ? ഞാൻ എഴുതിയ തന്നെ വായിക്കണോ? ഞാൻ എഴുതിയ വായിച്ചാലല്ലേ എനിക്ക് ചില്ലാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനുള്ള ഉത്തരങ്ങൾ സത്സംഗം മാസികയിൽ എഴുതുന്നതാണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇത് ഉപസംഹരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം.